സോ ലെറ്റ് സ്റ്റാർട്ട്. അപ്പോൾ ഇപ്പോൾ ഈയിടെ ആയിട്ട് നമുക്ക് വന്നിരിക്കുന്ന അല്ലെങ്കിൽ കേട്ട് പരിചയമുള്ള സിനോണിംസ് എല്ലാം തന്നെ പ്രീവിയസ് ക്വസ്റ്റ്യൻസിലുള്ള സിനോണിംസ് എല്ലാം തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇനി അതിനോട് സിമിലർ ആയിട്ടുള്ള കുറച്ച് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള കുറച്ച് സിനോണിംസ് ആണ് ഞാൻ ഇന്ന് കൊണ്ടുവന്നിരിക്കുന്നത് കേട്ടോ. ആദ്യം ഞാൻ ഒരു 4-5 ക്വസ്റ്റ്യൻസ് വളരെ ചോദിച്ച് നേരത്തെ പരിചയമുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻസ് കാണിച്ചു തരാം. അതല്ലാതെ പിന്നെ ഞാൻ കൊണ്ടുവന്നിരിക്കുന്ന എല്ലാം തന്നെ നമ്മുടെ കുറച്ച് ടഫായിട്ടുള്ള ഹിന്ദു ന്യൂസ് പേപ്പറിലൊക്കെ വന്നിട്ടുള്ള ഇപ്പോഴത്തെ കുറച്ച് ടഫായിട്ടുള്ള കുറച്ച് വൊക്കാബുലറിയൊക്കെയാണ് കേട്ടോ. അപ്പോൾ ന്യൂസ് പേപ്പേഴ്സിലൊക്കെ വരുന്ന വൊക്കാബുലറി എക്സാമിന് ചോദിക്കാനുള്ള ടെൻഡൻസി കൂടുതലാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് ഞാൻ പരിചയപ്പെടുന്നുണ്ട്. സോ അതിൻ്റെ സെൻറ്റൻസസ് എല്ലാം കൂടെ നമുക്കിന്ന് സെറ്റ് ചെയ്ത് വിടാം. ഓക്കെ, അപ്പോൾ വെൽക്കം ആൻഡ് ലെറ്റ് സ്റ്റാർട്ട്. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കോ. ഈ ക്വസ്റ്റ്യൻ ഭയങ്കര സിമ്പിളാണ്. ലെറ്റ് സ്റ്റാർട്ട് വിത്ത് ദ ഫസ്റ്റ് സിമ്പിൾ ക്വസ്റ്റ്യൻ. ഇത്രേ ഉള്ളൂ. സിനോണിം ചോദ്യം ഇതാണ്. ലെസൺ എന്നതിൻ്റെ സിനോണിം എന്താണ്? ലെസൺ എന്ന വേർഡിൻ്റെ സിനോണിം എക്സാസബേറ്റ്, പെർമിയേറ്റ്, അസോസിയേറ്റ്, മിറ്റിഗേറ്റ്. എല്ലാം ഒരു സിമിലർ ആയിട്ടുള്ള എൻഡ് ചെയ്യുന്ന റൈമിംഗ് ആയിട്ടുള്ള വേർഡാണ്. എക്സാസബേറ്റും പെർമിയേറ്റും അസോസിയേറ്റും മിറ്റിഗേറ്റും എല്ലാത്തിനും ഒരു 8 ഉണ്ട്. 8 അവസാനിക്കുന്ന റൈമിംഗ് വേർഡ്സ് ആണ്. അതിൽ ലെസൺ എന്ന വാക്കിൻ്റെ ലെസൺ കുറയ്ക്കുക അല്ലെ, അതാണ് ലെസൻ്റെ അർത്ഥം. അപ്പോൾ ലെസൺ ചെയ്യാന്ന് പറഞ്ഞാൽ എന്തെങ്കിലും കാര്യം ലെസൺ ചെയ്യാന്ന് പറഞ്ഞാൽ കുറയ്ക്കുക എന്നാണ് അർത്ഥം. ലെസൺ ഇസ് എ വേർബാണ്. അപ്പോൾ ഈ ലെസൺ എന്ന വേർഡിൻ്റെ സിനോണിം ഏതാണ് എന്നാണ് ഇത്തെ ചോദ്യം. ഓക്കെ, അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നമുക്ക് ഏതാണ് നമുക്ക് മീനിങ് ഫുള്ളി. എക്സാസബേറ്റ് ആണോ, പെർമിയേറ്റ് ആണോ, അസോസിയേറ്റ് ആണോ, അതോ മിറ്റിഗേറ്റ് ആണോ, ഏതാണ്? ഓഫ് കോഴ്സ് മിറ്റിഗേറ്റ് ആണല്ലേ ലെസൺ എന്ന വാക്കിനർത്ഥം. കുറയ്ക്കുക, മിറ്റിഗേറ്റ് എന്ന് പറഞ്ഞൊരു കാര്യം കുറയ്ക്കുക അല്ലേ, ഡിക്രീസ് ചെയ്യുക എന്നാണ് അർത്ഥം വരുന്നത് അല്ലേ. മിറ്റിഗേറ്റ് ദാറ്റ് ഈസ് ഡിക്രീസ്. അതാണ് സിനോണിമായിട്ട് വരും. സിനോണിം എന്ന് പറഞ്ഞിട്ട് അറിയാം സിമിലർ മീനിങ് വേർഡ്സ് ആണ്. അതേ സമയത്ത് എക്സാസബേറ്റ് എന്തായിട്ട് വരും? ഇതിൻ്റെ എക്സാസബേറ്റ് ഇതിൻ്റെ ആൻറ്റണിമായിട്ട് വരും. ഒരു കാര്യത്തിനെ എന്താ പറയുക, നമ്മൾ പറയില്ലേ എന്തെങ്കിലും ഒരു കാര്യത്തിൻ്റെ ഇതിനെ കൂട്ടുക, ആക്കം കൂട്ടുക, അല്ലെങ്കിൽ അതിൻ്റെ ഇൻറ്റൻസിറ്റി കൂട്ടുക, അതിനൊക്കെയാണ് ഇൻക്രീസ് ചെയ്യുക. അപ്പോൾ എൻ്റെ മീനിങ് എന്താ പറയുക? ഇൻക്രീസ് ചെയ്യുക, അല്ലെങ്കിൽ വഷളാക്കുക, ഇൻറ്റൻസിഫൈ ചെയ്യുക, ഒരു കാര്യത്തിന് വേഴ്സൺ ചെയ്യുക. ഇൻറ്റൻസിഫൈ, ഇൻക്രീസ് അല്ലെങ്കിൽ വേഴ്സൺ, അതൊക്കെയാണ് എക്സാസബേറ്റ് എന്നതിൻ്റെ വാക്കിൻ്റെ അർത്ഥം കേട്ടോ. അപ്പോൾ അതാണ് എക്സാസബേറ്റ്. പെർമിയേറ്റ് എന്ന് പറഞ്ഞാൽ അതിലൂടെ എന്താ പറയുക, പാസ് ചെയ്ത് പോവുക, അല്ലെങ്കിൽ ഉള്ളിലോട്ട് ഇടകലർന്ന് പെർമിയേറ്റ് ചെയ്ത് പോവുക എന്ന് പറഞ്ഞാൽ നമ്മൾ വെള്ളത്തിലൂടെ ലൈറ്റ് പെർമിയേറ്റ് ചെയ്യുന്നു പറയില്ലേ, കടന്നു പോവുക, പാസ് ത്രൂ, അതാണ് പെർമിയേറ്റ് എന്ന വാക്കിൻ്റെ. അസോസിയേറ്റ് കണക്ട് ചെയ്യുക, ഒരു കാര്യത്തെ ഒരാൾ കോപ്പറേറ്റ് ചെയ്യുക, അസോസിയേറ്റ് കണക്ട് ചെയ്യുക, അസോസിയേഷൻ എല്ലാം കേട്ടിട്ടില്ലേ, അതുകൊണ്ട് കണക്ട് ചെയ്ത വേർഡാണ്. അപ്പോൾ ലെസൺ സിമിലർ ആണ്. നമുക്ക് ഡിക്രീസ് അല്ലെ ഡിമിനിഷ്, അതെല്ലാം അതിൻ്റെ സിനോണിംസ് ആയിട്ട് പറയാം. ഡിമിനിഷ്, ഡിക്രീസ് അല്ലേ, ലെസൺ അതല്ല ഇതിൻ്റെ വാക്കുകളാണ്. റിഡ്യൂസ് ഒക്കെ ലെസൻ്റെ മറ്റൊരു വാക്ക് ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന സിനോണിംസ് തന്നെയാണ്. ഓക്കെ, അപ്പോൾ മൂവിങ് ഓൺ ടു നെക്സ്റ്റ് വേർഡ്. അത് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് ക്ലോസസ്റ്റ് ഇൻ മീനിങ് ടു ദ വേർഡ് കൺവിക്ഷൻ. ഇവിടെ കൺവിക്ഷൻ എന്ന വാക്കിനോട് ക്ലോസസ്റ്റ് ആയിട്ടുള്ളൊരു യൂസേജ് ഇതിലേതാ? സ്ട്രോങ് ബിലീഫ് ആണോ, റോങ് എവിഡൻസ് ആണോ, റോങ് ബിലീഫ് ആണോ, അല്ലെങ്കിൽ സ്ട്രോങ് ഡിസ്ബിലീഫ് ആണോ? എന്താണ് കൺവിക്ഷൻ? കൺവിക്ഷൻ രണ്ടർത്ഥമുണ്ട്. ഒരർത്ഥമാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്, മറ്റൊരർത്ഥം വേറെയാണ്. രണ്ടും നമ്മളോട് ചോദിക്കുമ്പോൾ രണ്ട് മീനിങ്ങോട് ഒരുമിച്ച് വരില്ല കേട്ടോ. രണ്ടിനും രണ്ട് സെപ്പറേറ്റ് ആയിട്ട് അർത്ഥം, സിനോണിമായിട്ട് മാത്രമല്ല, രണ്ടർത്ഥം വരുന്ന വാക്കുകളൊക്കെ ഉണ്ട് ചില വാക്കുകൾ. ഇപ്പോൾ കൺവിക്ഷൻ അങ്ങനെ അർത്ഥമുണ്ട്. കൺവിക്ഷൻ മറ്റൊരർത്ഥം ഇതാണ്, ഒരാൾ കൺവിക്റ്റഡായി സെൻറ്റൻസ് ചെയ്യുക. കൺവിക്ഷൻ എന്ന് പറഞ്ഞാൽ സെൻറ്റൻസ് ആണ്. ജയിലിൽ അടയ്ക്കപ്പെടുക, അതിനെയാണ് അടയ്ക്കപ്പെടുന്ന ആ ഒരു സെൻറ്റൻസ് ചെയ്യപ്പെടുക, ശിക്ഷിക്കപ്പെടുക, അതിനെയാണ് കൺവിക്ഷൻ എന്ന് പറയുക. കുറ്റം ചാർത്തപ്പെടുക അല്ലേ, അതിനെയാണ് കൺവിക്ഷൻ എന്നൊരു വാക്ക് പറയും. അതൊരു അർത്ഥമുണ്ട് കേട്ടോ. ഈ പറയുന്ന കൺവിക്ഷന് സെൻറ്റൻസ് ചെയ്യപ്പെടുക എന്നുള്ള അർത്ഥം. സെൻറ്റൻസ്, ഇംപ്രസൺമെൻറ്റ് ഒരു വാക്ക്, സെൻറ്റൻസ് ചെയ്യപ്പെടുക എന്നൊരർത്ഥം കൺവിക്ഷനുണ്ട്. ഇത് ഇപ്പം നമ്മൾ നിയമത്തിനോടൊക്കെ റിലേറ്റ് ചെയ്തിട്ട് വരുമ്പോഴാണ് കൺവിക്ഷൻ എന്നുള്ളൊരു വാക്ക് വരിക. അല്ലാതെ കൺവിക്ഷൻ എന്ന വാക്കിന് വേറെ ഇവിടെ വരുന്നൊരു അർത്ഥമുണ്ട്. റോങ് ബിലീഫ്, സ്ട്രോങ് ബിലീഫ്, റോങ് എവിഡൻസ്, സ്ട്രോങ് ഡിസ്ബിലീഫ്. ഇതിലേതാ പറഞ്ഞു? സ്ട്രോങ് ബിലീഫ് അല്ലേ. എൻ്റെ ഒരു ബിലീഫ് അനുസരിച്ച്, ഐ ഹാവ് എ സ്ട്രോങ് ബിലീഫ് ദാറ്റ് അക്കോർഡിംഗ് ടു മൈ കൺവിക്ഷൻ, എൻ്റെ ഒരു കൺവിക്ഷൻ അനുസരിച്ച്, എൻ്റെ ഒരു സ്ട്രോങ് ബിലീഫ് അനുസരിച്ച്
എന്ന് പറയപ്പെടുന്നത്. ഇത് പ്രീവിയസ് ക്വസ്റ്റ്യനാണ്. ഇതൊക്കെ നിങ്ങൾ കണ്ട് എവിടെയെങ്കിലുമൊക്കെ PSC ബുള്ളറ്റിനിലോ അല്ലെങ്കിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനിലോ ഏതെങ്കിലും വീഡിയോസിലോ എന്തിലൊക്കെ കണ്ട് മാറി മറിഞ്ഞു പോയ വേർഡ്സ് ആയിരിക്കും ഈ പറഞ്ഞ കൺവെക്ഷൻ വാക്കുകളും ഇതിൻ്റെ ഈ സിനോണിംസ് ഒക്കെ. ഇത് ചോദിച്ച ചോദ്യങ്ങളാണ്. ഞാൻ 4-5 ക്വസ്റ്റ്യൻസ് മാത്രം പരിചയപ്പെട്ടിട്ട് വേഗം നമുക്ക് വേറെ ക്വസ്റ്റ്യൻസിലോട്ട് പോകാം. അടുത്ത വേർഡ് സിനോണിമസ് വിത്ത് ഇന്റഗ്രിറ്റി. ഇന്റഗ്രിറ്റി എന്ന വാക്കിനോട് സിനോണിമസ് ആയ വാക്ക് ഏതാണ്? സെൽഫ്ലെസ്നെസ്, സെൽഫിഷ്നെസ്, ഓണസ്റ്റി, ഡ്യൂറബിലിറ്റി. എന്താണ് ഇന്റഗ്രിറ്റി എന്ന വാക്കിനോട് സിനോണിമസ് ആയിട്ട് വന്നിരിക്കുന്നത്? അതിനോട് പര്യായമായിട്ട് വന്നിരിക്കുന്ന വാക്ക് ഏതാണ്? പറഞ്ഞോളൂ. ഇന്റഗ്രിറ്റി. ഇന്റഗ്രിറ്റി എന്താണ്? ഇന്റഗ്രിറ്റി എന്ന വാക്കുമായിട്ട് സിനോണിമസ് ആയിട്ട് വന്നിരിക്കുന്ന ഒരു വാക്ക് പറയും. നമ്മുടെ പ്രിയാമ്പിളിലൊക്കെ വരുന്നൊരു വാക്കാണ് അല്ലേ ഇന്റഗ്രിറ്റി. ഓക്കെ, ഡൗട്ട് ഉണ്ടല്ലോ അതുകൊണ്ട് സി എന്നൊക്കെ പറഞ്ഞു നിർത്തിക്കുന്നത്. ഓക്കെ, ഓണസ്റ്റി, സത്യം അല്ലെ. ഇന്റഗ്രിറ്റി എന്ന് പറഞ്ഞാൽ ഓണസ്റ്റി, സത്യസന്ധത, നമ്മുടെ ഒരു മൂല്യങ്ങളിലൊന്നാണ് ഇന്റഗ്രിറ്റി വേണടാ, ഇന്റഗ്രിറ്റി എന്നൊക്കെ പറയും. അത് മറ്റേ സിനിമയിലൊക്കെ ഇപ്പോൾ ഉപയോഗിക്കുന്ന കുറച്ച് വേർഡ് പെടുന്നതാണ്. കാരണം ഇപ്പോൾ കുറച്ചുകൂടെ നമ്മൾ നല്ല സ്റ്റാൻഡേർഡൈസ്ഡ് വേർഡ്സ് ഒക്കെ ഉപയോഗിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. സോ അതുകൊണ്ടാണ് അങ്ങനെ ഒരു ഫ്രണ്ട്സിൻ്റെ ഇടയിലൊക്കെ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് ഇന്റഗ്രിറ്റി എന്നൊക്കെ പറയുന്ന യൂസേജ് വരാറുണ്ട്. സോ ഇന്റഗ്രിറ്റി അങ്ങനത്തെ ഒരു വാക്കാണ്. ഇന്റഗ്രിറ്റിക്ക് വേറൊരു വാക്കുണ്ട് നമ്മുടെ പ്രിയമ്പിളിലൊക്കെ വരുന്ന ഇന്റഗ്രിറ്റി, ഇന്ത്യയുടെ ഇന്റഗ്രിറ്റി, യൂണിറ്റി എന്നൊരു വാക്കൂടെ ഉണ്ട് കേട്ടോ. 2 സിനോണിമസ് ആണ്, രണ്ട് യൂസേജ് ആയിട്ട് ഉപയോഗിക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ നേരത്തെ ലീഗൽ ടേമിൽ നമ്മൾ കൺവിക്ഷൻ എന്ന് പറഞ്ഞാൽ സെന്റൻസ് ചെയ്യപ്പെടുക എന്നൊരർത്ഥമുള്ള പോലെ തന്നെ ഇന്റഗ്രിറ്റിക്ക് യൂണിറ്റി എന്നൊരർത്ഥമുണ്ട്. അതേപോലെ ഇന്റഗ്രിറ്റി നമ്മുടെ ഒരു ക്വാളിറ്റി, ഇന്റഗ്രിറ്റി എന്ന് പറഞ്ഞാൽ ഓണസ്റ്റി എന്നൊരർത്ഥമുണ്ട് കേട്ടോ. ഓർത്ത് വെച്ചോണം. ഓക്കെ, ഇനി ഡ്യൂറബിലിറ്റി, ഫ്ലെക്സിബിലിറ്റി ആ കാര്യങ്ങളൊക്കെയാണ്. അതാണ് ഓർത്ത് വെച്ചോണം. ഡ്യൂറബിലിറ്റി, നമ്മൾ മാട്രസ് ഒക്കെ മേടിക്കുമ്പോൾ ഡ്യൂറബിലിറ്റി വേണമെന്നൊക്കെ പറഞ്ഞ് പരസ്യത്തിലൊക്കെ കാണാറില്ലേ. സെൽഫിഷ്നെസ്, സെൽഫ്ലെസ്നെസ് നിങ്ങൾക്ക് അറിയാലോ അത്. ഓക്കെ, അടുത്ത synonym of the word affluence. എന്താണ് affluence എന്ന വാക്കിന്റെ synonym എന്താ? affluence എന്ന വാക്കിന്റെ synonym richness, difficulty, influence, awkwardness. 4ാമത്തെ ചോദ്യമാണ്, നോക്കുക. synonym of the word affluence: richness, difficulty, influence, awkwardness. അഫ്ലുവൻസുമായിട്ട് ഇത് ചെയ്യുന്ന വാക്കാണല്ലേ ഇൻഫ്ലുവൻസ് ആൻഡ് അഫ്ലുവൻസ്, ഇൻഫ്ലുവൻസ് റൈമിങ് വാക്കാണ്. അഫ്ലുവൻ്റ് എന്നുള്ളതാണ് അതിൻ്റെ ഇത് എന്താ പറയുക നമ്മൾ അഡ്ജക്റ്റീവ് വേർഡ്. ഇത് നൗണാണ്. ഇവിടെയൊക്കെ വാക്കിന് ഇൻറ്റഗ്രിറ്റി നൗണാണ്, കൺവിക്ഷൻ നൗണാണ്. ഇവിടെ ഞാനത് കൊടുത്തിട്ടില്ല അല്ലേ. അല്ലെങ്കിൽ ദാറ്റ് വേർഡ്സ് അത് ഒന്ന് ഓർത്ത് വെച്ചേക്കാം. ഇവിടെ കൺവിക്ഷൻ നൗണാണ്, ഇൻറ്റഗ്രിറ്റി നൗണാണ്. പാർട്സ് ഓഫ് സ്പീച്ച് ഇമ്പോർട്ടൻ്റ് ആണ്, എന്നാലേ നിങ്ങൾക്ക് അതിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ്. അഫ്ലുവൻ്റ് ആണ് അഡ്ജക്റ്റീവ് കേട്ടോ, അഫ്ലുവൻ്റ്. റിച്ച്നെസ്, ഇറ്റ് ഈസ് റിച്ച്നെസ്, പ്രോസ്പെറിറ്റി അല്ലേ. നമ്മൾ പറയില്ലേ നമ്മുടെ ഉള്ള അവസ്ഥ, വെൽത്ത് അല്ലെങ്കിൽ പ്രോസ്പെറിറ്റി, സമ്പന്നത, റിച്ച്നെസ്, അതിനെയാണ് അഫ്ലുവൻസ് എന്ന് പറഞ്ഞാൽ. അഫ്ലുവൻ്റ് ആയിരിക്കുക എന്ന് പറഞ്ഞാൽ റിച്ച് ആണ്, വെൽതി ആണ്, പ്രോസ്പെറസ് ആണ്. അതാണ് അഫ്ലുവൻ്റ്, സമ്പുഷ്ടമായ. അതാണ് അഫ്ലുവൻ്റ്. നമ്മൾ പറയില്ല നമ്മുടെ അഫ്ലുവൻ്റ് കൾച്ചർ, അഫ്ലുവൻ്റ് ട്രഡിഷൻ. കേരളത്തെ പറ്റിയൊക്കെ പറയുമ്പോൾ അഫ്ലുവൻ്റ് കൾച്ചർ, ട്രഡിഷൻ അങ്ങനെ പറയും. ഇന്ത്യയെ പറ്റി പറയുമ്പോൾ അഫ്ലുവൻ്റ് എന്നുള്ള വാക്ക് വളരെ കോമൺ. ടൂറിസത്തിനൊക്കെ പറ്റി പറയുമ്പോഴൊക്കെ ഭയങ്കരമായിട്ട് കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന വാക്കാണ് അഫ്ലുവൻസ് കേട്ടോ. ഡിഫിക്കൽറ്റി മീനിങ് ആണ്, ഇൻഫ്ലുവൻസും കാര്യം. ഓക്വേർഡ്നെസ്, ഒരു ജാള്യത, അതാണ് ഓക്വേർഡായിട്ടിരിക്കുക എന്നുള്ള അവസ്ഥ. അടുത്ത വാക്ക്. അപ്പോൾ ഈ 4 വാക്ക് നമ്മൾ ഇതുവരെ ചോദിച്ച ചോദ്യങ്ങളായിരുന്നു. ഐ മീൻ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആയിരുന്നു. ഇത് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തി ഇപ്പോഴത്തെ ന്യൂസ് പേപ്പറിലൊക്കെ വരുന്ന കുറച്ച് വേർഡ്സ് ആണ്. ലെറ്റ്സ് ലുക്ക് അറ്റ് ദ വേർഡ്. ഇത് ക്വസ്റ്റ്യൻ ആയിട്ടല്ല, ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താണ്. സിനോണിംസ്, ആന്റണിംസ്, അതുപോലെ തന്നെ അതിൻ്റെ എക്സാമ്പിൾസ് കേട്ടോ. ആന്റണിംസ് ക്വസ്റ്റ്യൻസ് സെപ്പറേറ്റ് ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. ഇതിൻ്റെ സിനോണിം പഠിക്കുമ്പോൾ ഇതിനോടൊപ്പം തന്നെ ആന്റണിം പഠിച്ചു പോട്ടെ എന്ന് ഓർത്ത് ഞാൻ ഇടുന്നതാണ് കേട്ടോ. സോ സിനോണിംസ് ആണ് മെയിനായിട്ട് നമ്മളൊരു ഫോക്കസ് ചെയ്യുന്നത്. ആന്റണിംസ് 1-2 പറഞ്ഞുതരാം. ഇതുപോലത്തെ റിലേറ്റഡ് ആയ ക്വസ്റ്റ്യൻസ് PSCക്ക് നേരത്തെയും വന്നിട്ടുണ്ട്, അതുപോലെ തന്നെ SSCക്ക് വന്നിട്ടുണ്ട്. റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ട് നമുക്ക് വന്നിട്ടുള്ള എക്സാമ്പിൾസ് ആണ്. ലെറ്റ്സ് സീ, നോക്കാം. സിനോണിം നോക്കാം. റെലം എന്ന വാക്കിൻ്റെ സിനോണിം. റെലം എന്താ പറയുന്നത്? ആ ഒരു മേഖലയ്ക്കാണ് റെലം എന്ന് പറയുക. ഈ ഒരു മേഖലയിൽ
ഈ ഒരു മേഖലയിൽ വാട്ട് ഈസ് യുവർ ഫേവറേറ്റ് റെലം, അല്ലെങ്കിൽ വാട്ട് ഈസ് യുവർ റെലം ഇൻ സ്റ്റഡീസ്, വാട്ട് ഈസ് യുവർ റെലം ഇൻ സ്പോർട്സ്, അങ്ങനെയൊക്കെ ചോദിക്കും. അല്ലെങ്കിൽ വാട്ട് ഈസ് യുവർ റെലം ഓഫ് യുവർ ആക്ടിവിറ്റി, വാട്ട് ഈസ് യുവർ റെലം ഇൻ ഹോബീസ്, ഹോബീസിൽ നിനക്ക് ഇഷ്ടമുള്ള റെലം ഏതാ എന്ന് ചോദിച്ചാൽ ആ മേഖല എന്നാണ് അതിൻ്റെ അർത്ഥം. മേഖല കേട്ടോ, മലയാളത്തിൽ മേഖല എന്ന് പറയും. എല്ലാത്തിനും മീനിങ് എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല, ഇതിൻ്റെ മലയാളം കറക്റ്റായിട്ട് അറിയാം. മേഖല എന്ന് പറയും. സോ റെലം മീൻസ് ചെണ്ണമായിട്ട് പറയുകയാണെങ്കിൽ സ്പിയർ, ഈ ഒരു സ്പിയർ, ഈ ഒരു മേഖല. ഡൊമെയിൻ, കിങ്ഡം, എംപയർ എന്നൊക്കെ പറയും കേട്ടോ. അതൊക്കെ റെലം എന്ന് പറയുന്നൊരു ഇതാണ്. റെലമിൻ്റെ നമുക്ക് ഏറ്റവും ഇതുള്ള മേഖല എന്നുള്ള അർത്ഥത്തിലാണ് പറയാം. അതിൻ്റെ ആൻറ്റണിമായിട്ട് വരുന്ന സെനിത്ത്, ഏറ്റവും താഴ്ന്ന, ഏറ്റവും നമ്മുടെ എന്താ പറയുക ലോവസ്റ്റ് പോയിന്റിനാണ് റെലം എന്ന് പറയാം. സോറി സെനിത്ത് എന്ന് പറയാം, സോറി സെനിത്ത്. നാഡർ, സെനത്ത്, നാഡർ ഒക്കെ അതിൻ്റെ ആൻറ്റണിംസ് ആണ്. ഇത് നൗണാണ്, മറക്കല്ലേ, ഇത് നൗണാണ്. ആൻഡ് സെനത്ത് അതുപോലെ നാഡറൊക്കെ അതിൻ്റെ ആൻറ്റണിമായിട്ട് ഉപയോഗിക്കുന്നതാണ്. ഓക്കെ, എക്സാമ്പിൾ സെൻറ്റൻസ് നോക്കിയേ. ഹർ ഇൻട്രസ്റ്റ് ആർ ഇൻ ദ റെലം ഓഫ് പ്രാക്ടിക്കൽ പൊളിറ്റിക്സ്. അവളുടെ ഇൻട്രസ്റ്റ് ഏത് മേഖലയിലാണ്? പ്രാക്ടിക്കൽ പൊളിറ്റിക്സിലാണ് അവളുടെ ഇൻട്രസ്റ്റ് വരുന്നത്. അപ്പോൾ നോക്കിയാൽ റെലം എന്ന് പറയുന്നതിൻ്റെ അർത്ഥം മേഖല എന്നാണ്. അപ്പോൾ ഇവിടെ നമുക്ക് എക്സാമ്പിൾ സെൻറ്റൻസ് കണ്ട. ഓക്കെ, അപ്പോൾ പ്രാക്ടിക്കൽ പൊളിറ്റിക്സിലാണ് അവളുടെ ഇഷ്ടമേഖല, അല്ലെങ്കിൽ അവളുടെ ഇങ്ങനെ പറയാം, ഹെർ ഫേവറേറ്റ് റെലം ഇസ് പ്രാക്ടിക്കൽ പൊളിറ്റിക്സ്, അങ്ങനെയും പറയാം. എങ്ങനെയുള്ള സെൻറ്റൻസസ് ഉണ്ട്. നമുക്ക് സെൻറ്റൻസസിൽ എന്ത് കണ്ടുപിടിക്കാൻ പറ്റണം? ഈ വേർഡ് ഉപയോഗിച്ചേക്കുന്നത് കാണാൻ പറ്റണം. അത് അതിന് വേണ്ടിയിട്ടാണ് ഞാനിതൊന്ന് ഇട്ട് തന്നിരിക്കുന്നത്. യു ഹാവ് ടു ബി അവെയർ ഓഫ് ദാറ്റ്. അടുത്ത് നോക്കിക്കേ, അടുത്ത വേർഡിലോട്ട് പോവാം. ഓക്കെ, കണക്ട് ചെയ്ത് പോകണം. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ പ്ലീസ് ആസ്ക് മീ. അതുപോലെ സെൻറ്റൻസസ് നിങ്ങൾ ഫ്രെയിം ചെയ്ത് പോകും, ബിക്കോസ് യു വിൽ ഗെറ്റ് എൻ ഐഡിയ. സെൻറ്റൻസസ് ഫ്രെയിം ചെയ്ത് പോയാൽ നിങ്ങൾക്ക് കുറച്ചുകൂടി ഐഡിയ കിട്ടും, ഓർത്തിരിക്കാൻ വേണ്ടി പിന്നീട് കേട്ടോ. കാരണം ആകെ വൊക്കാബുലറി പഠിക്കാനുള്ള ഏറ്റവും നല്ല മേഖല രീതി ഈസ് ടു ഫോംസ് ഓഫ് സെൻറ്റൻസസ് ആൻഡ് ലേൺ. അതാണ്. അടുത്ത് നോക്കാം, ഫ്രിക്ഷൻ. കേട്ടിട്ടുണ്ടായിരിക്കുമല്ലോ ഫ്രിക്ഷൻ. ഫ്രിക്ഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഫിസിക്സിൽ പഠിച്ചിട്ടുണ്ടാവും, കെമിസ്ട്രിയിൽ. ഫ്രിക്ഷൻ എനിക്ക് കെമിസ്ട്രിയിൽ കാലം കൂടുതൽ ഫിസിക്സിലാണ് ഫ്രിക്ഷനെ പറ്റി നമ്മൾ പഠിക്കുക. അപ്പം ഇത്രയുള്ള കാര്യം, ഡിസഗ്രിമെൻറ്റ് ബിറ്റ്വീൻ പീപ്പിൾ, രണ്ട് തമ്മിലുള്ള ഒരസലയാണ് നമ്മളെന്ത് പറയുക, ഫ്രിക്ഷൻ എന്ന് പറയുക. അപ്പം ഫ്രിക്ഷൻ്റെ അർത്ഥം ഈ പറയുന്ന ഇംഗ്ലീഷിൽ ഫ്രിക്ഷൻ്റെ അർത്ഥം പറയുമ്പോൾ ഡിസഗ്രിമെൻറ്റ് ബിറ്റ്വീൻ പീപ്പിൾ ഓർ ഗ്രൂപ്പ്സ് ആണ്. അപ്പം നമുക്ക് ഇത് പറയാറുണ്ട്, എന്താ പറയുക, എക്സാമിന് പോട്ടെ, ഇംഗ്ലീഷ് എക്സാമിന് ചോദ്യം ചോദിക്കുമ്പോൾ ഫ്രിക്ഷൻ എന്ന വാക്ക് ചോദിക്കുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം കെമിക്കൽ ഫിസിക്സിൽ നിങ്ങൾ പഠിച്ച ആ ഒരു സാധനമായിരിക്കില്ല. അർത്ഥം ഇത്രയായിരിക്കും, ഒരു ഡിസഗ്രിമെൻറ്റോ ഡിസ്കോർഡ്, വഴക്ക് അല്ലേ, ഡിസ്കോർഡ് ഒരു ഫ്രിക്ഷൻ, ഡിസ്കോർഡ് ഒരു ആർഗ്യുമെൻറ്റ് അല്ലെങ്കിൽ ഡിസഗ്രിമെൻറ്റ്, റാസ്പിംഗ്, റബിങ്, അങ്ങനെയൊക്കെ അർത്ഥം പറ്റും സിനോണിംസ് ആയിട്ട്. അതൊക്കെ എൻ്റെ അർത്ഥം. അപ്പോൾ എൻ്റെ ഓപ്പോസിറ്റ് എന്താ? ഒത്തൊരുമ, കോൺകോർഡ്, എഗ്രിമെൻറ്റ് അല്ലേ, ഹാർമണി, അതൊക്കെ ആയിരിക്കും എൻ്റെ ആൻറ്റണിമായിട്ട് വരും. ഓർത്ത് വെച്ചോണം. സിനോണിമായിട്ട് വരുമ്പോൾ നമ്മളോട് ചോദിക്കുന്നതിൻ്റെ മീനിങ്ങും ഓപ്പോസിറ്റ് ആയിട്ട് വരുമ്പോൾ നേരെ അതിൻ്റെ ഓപ്പോസിറ്റ് ഓർക്കുക. നമ്മൾ സിനോണിമായിട്ട് ഉപയോഗിക്കുന്ന വേർഡുകളുടെ ഓപ്പോസിറ്റ് ചിന്തിച്ചാൽ മതി, വേറെ ഒന്നും നമ്മൾ ചിന്തിക്കാൻ പോകണ്ട. അപ്പോൾ ഹാർമണി എന്ന് പറഞ്ഞാൽ ഒരുമ എന്നാണ്, യൂണിറ്റി എന്നാണെന്ന് പറയാം അല്ലേ, ഹാർമണി ഒത്തൊരുമ. അപ്പോൾ അതിന് കോൺകോർഡ് എന്ന് പറഞ്ഞാൽ ഒരു എഗ്രിമെൻറ്റിലായിരിക്കുക. ട്രീറ്റി, പാക്റ്റ്, എഗ്രിമെൻറ്റ് ഒക്കെ എന്താവും? ഡിസഗ്രിമെൻ്റ് ഓപ്പോസിറ്റ് എഗ്രിമെൻ്റ് ആണ്. ട്രീറ്റി ഒരൊത്തൊരുമ, പാക്റ്റ്, ഇതൊക്കെ വരാട്ടെ, ഏത് വേണമെങ്കിലും വരാം. അപ്പോൾ എക്സാമിന് ഇതിൽ ഏതെങ്കിലും ഒരു വാക്ക് കണ്ടാൽ അതിൻ്റെ ആൻറ്റണിമാണെന്ന് മനസ്സിലാക്കാൻ നമ്മളെ കൊണ്ട് പറ്റണം. ഓക്കെ, അതാണ്. ഓക്കെ, എക്സാമ്പിൾ നോക്കിയേ. ഇറ്റ് വാസ് ഡിഫിക്കൽട്ട് ടു റീച്ച് എൻ എഗ്രിമെൻറ്റ് ബിക്കോസ് ഓഫ് ദ ഫ്രിക്ഷൻ ബിറ്റ്വീൻ ദ ടു സൈഡ്സ്. ഇപ്പോൾ നമ്മൾ ഇന്ത്യയും പാകിസ്ഥാനും നമ്മൾ വഴക്ക് വരുമ്പോൾ നമുക്ക് ഒരു എഗ്രിമെൻറ്റിൽ എത്താൻ ഭയങ്കര പാടായിരിക്കും. അല്ലെങ്കിൽ റഷ്യ ഉക്രൈൻ തമ്മിൽ ഇങ്ങനെ ഒരു വഴക്ക് വന്നപ്പോൾ ഡിസ്പ്യൂട്ട് വരും. ഓഫ് കോഴ്സ് ഡിസ്പ്യൂട്ട് വരും. ഡിസ്പ്യൂട്ട് വഴക്കെന്നാണല്ലോ അർത്ഥം. ഡിസ്പ്യൂട്ട് ഓഫ് കോഴ്സ്, ദാറ്റ്സ് എ ഗ്രേറ്റ് വേർഡ്. ഡിസ്പ്യൂട്ട് വരാം. നമുക്ക് ഡിസ്പ്യൂട്ടിൻ്റെ സിനോണിമായിട്ട് എഴുതാം. ഡിസ്പ്യൂട്ട്, വഴക്ക് വരാം കേട്ടോ. അതെല്ലാം വരും കേട്ടോ. ഇതിൽ ഏത് വേർഡ്സ് വേണമെങ്കിലും യു ക്യാൻ യൂസ്. എക്സാമ്പിൾസ് ഇങ്ങനത്തെ ഉള്ള കാര്യങ്ങൾ. ഓക്കെ, ഇപ്പോൾ ഫ്രിക്ഷൻ കണക്ട് ചെയ്തോണേ, സെൻറ്റൻസസ് ഫ്രെയിം ചെയ്തോണേ, ഓർത്ത് വെച്ചോണം. ഓക്കെ, അപ്പോൾ ഇത് ക്ലിയർ ആയല്ലോ. ഇനി നമ്മൾ നോക്കാൻ പോകുന്ന അടുത്ത വേർഡ് ഇസ് curtail. എന്താ curtail ചെയ്യാന്ന് പറഞ്ഞാൽ? വാട്ട് ഇസ് curtail? curtail is a verb കേട്ടോ. ഓരോന്നിനും ഞാൻ കൊടുത്തിട്ടുണ്ട്. ഫ്രിക്ഷൻ നൗൺ ആയിരുന്നു, ഫ്രിക്ഷൻ അഡ്ജക്റ്റീവ് എന്നാണ് കൊടുത്തിരിക്കുന്നത് ഇവിടെ. സോറി കേട്ടോ, ഫ്രിക്ഷൻ ഇസ് എ നൗൺ. എഴുതി വെച്ചപ്പം മാറിപ്പോയതാണ്. ടൈപ്പ് ചെയ്തപ്പോൾ മാറിപ്പോയതാണ്. curtail is a verb. curtail verb ആട്ടോ. ഞാനതിനെ ഒന്ന് ഹൈലൈറ്റ് ചെയ്തേക്കാം, പിന്നീട് എപ്പോഴും നിങ്ങൾക്ക് നോക്കുമ്പോൾ ഒന്ന് ഓർത്തിരിക്കാൻ വേണ്ടിയിട്ട്. ഫ്രിക്ഷൻ നൗൺ, curtail verb. ഓക്കെ, അപ്പോൾ curtail ചെയ്യുക verb, കട്ട് ചെയ്യുക. curtail ഒരു കാര്യത്തിൽ നമ്മൾ കട്ട് ചെയ്യുക, കുറയ്ക്കുക. റിഡ്യൂസ് ചെയ്യുക, ലെസൺ ചെയ്യുക, ഡിക്രീസ് ചെയ്യുക, ഡിമിനിഷ് ചെയ്യുക, കുറയ്ക്കുക. കട്ട് ചെയ്ത് കളയാന്ന് പറയില്ലേ,
ഇനി കുറച്ച് കളയുക, കട്ട് ചെയ്യാന്നല്ല കുറയ്ക്കുക. നമ്മൾ റാഷൻ ഒക്കെ കട്ട് ചെയ്തു എന്നൊക്കെ പറയില്ലേ, അതുപോലെ തന്നെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വാക്കുകൾ കേട്ടിട്ടുണ്ടാവല്ലോ. ഡിക്രീസ് ചെയ്തു എന്ന് പറഞ്ഞില്ല, കുറച്ചു, റേറ്റ് കുറയ്ക്കുക, കേർട്ടീൽ ചെയ്യുക, ഫ്രീഡം കേർട്ടീൽ ചെയ്തു, അല്ലെങ്കിൽ നമ്മൾ യാത്രയുടെയൊക്കെ ആനുകൂല്യങ്ങൾ കുറച്ചു എന്നും, ട്രാൻസ്പോർട്ടിൻ്റെ ട്രേഡിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്തു, അങ്ങനെയൊക്കെ കുറച്ചു ഡിക്രീസ് ചെയ്ത് കേർട്ടീൽ ചെയ്യുന്നൊക്കെ വളരെ കോമൺ ആയിട്ട് വരുന്നൊരു വേർഡാണ് കേർട്ടീൽ. കേർട്ടീൽമെൻറ്റ് എന്നാണ് നൗണൊക്കെ വരിക. അപ്പം ആൻറ്റണിം എന്താ അതിൻ്റെ ഇൻക്രീസ് ചെയ്യുക, ലെങ്തൻ ചെയ്യുക, ഇൻറ്റൻസിഫൈ ചെയ്യുക എന്നൊക്കെ പറയാം. ഇൻക്രീസ് ചെയ്യുക, ലെങ്തൻ ചെയ്യുക, ഇൻറ്റൻസിഫൈ ചെയ്യുക എന്നൊക്കെ ഉള്ളതൊക്കെ അതിൻ്റെ ആൻറ്റണിംസ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന വാക്കുകളാണ്. ഇൻറ്റൻസിഫൈ ഉപയോഗിക്കാം. ഓക്കെ, എക്സാമ്പിൾ നോക്കിയേ. ഐ ഹാഡ് ടു കേർട്ടീൽ മൈ ആൻസർ ആസ് ഐ വാസ് റണ്ണിങ് ഔട്ട് ഓഫ് ടൈം. നമ്മൾ ഈ എക്സാമിൻ്റെ സമയത്ത് പോകുമ്പോഴേ, എനിക്കൊന്ന് ഡിഗ്രി പഠിച്ച സമയത്താണ് ഐ ഫെൽറ്റ് ഈ ഒരു ഇത്, നമുക്ക് ഇത്ര സമയമില്ല, അതിന് മുമ്പ് എഴുതി തീർക്കണം. ലോങ് എക്സാം, ലോങ് ഇതൊക്കെ വരില്ലേ, എൻ്റെ പേരെന്താ, എസ്സേയോ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്തേ പറ്റുള്ളൂ, അതിനെ പെട്ടെന്ന് എഴുതി തീർക്കുകയും ചെയ്യണം. നമുക്ക് ഇതില്ല, വി ഡോണ്ട് ഹാവ് ടൈം, സമയം പോകുന്നു, വേഗം ആൻസർ ചുരുക്കണം അല്ലേ, ചുരുക്കുക, പെട്ടെന്ന് ലെസൺ ചെയ്യണം, സമയം റെഡ്യൂസ് ചെയ്യണം. അത് അതിനെയാണ് നമ്മൾ എന്താ പറയുക, കേർട്ടീൽ ചെയ്യുക പറയുക. സോ ദാറ്റ് ഇസ് എ കേർട്ടീൽ എന്ന വാക്കിൻ്റെ സിനോണിം ആയിട്ട് ഉപയോഗിക്കുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ അടുത്ത് നോക്കാം. ദാറ്റ് ഈസ് കേർട്ടീൽ. കേർട്ടീൽമെൻറ്റ് എന്നാണ് നൗൺ വരിക, വേർബാണ് ഇത്, മറക്കണ്ട. അടുത്ത കൺഫ്രണ്ടേഷൻ, അഭിമുഖീകരിക്കൽ എന്ന് നമ്മൾ മലയാളത്തിൽ പറയുന്ന ഒരു സാധനമാണ് കൺഫ്രണ്ടേഷൻ. നൗണാണ് കൺഫ്രണ്ടേഷൻ. കൺഫ്രണ്ട് ചെയ്യുക എന്ന് പറയുന്നത് അതിൻ്റെ വേർബാണ്. ഒരു തുറച്ചോടെ ഞാൻ ഈ ഇവിടെ എഴുതരാം. കേർട്ടീൽമെൻറ്റ് നൗണ്, അതേ സമയത്ത് വേർബായിട്ട് ഇവിടെ ഉപയോഗിക്കുന്നത് കൺഫ്രണ്ടേഷൻ്റെ കൺഫ്രണ്ട്, അഭിമുഖീകരിക്കുക എന്ന് പറയും. കൺഫ്രണ്ട് ചെയ്യുക, ഫേസ് ചെയ്യുക എന്നൊക്കെ പറയും, അതാണ് അർത്ഥം കേട്ടോ. പക്ഷെ കൺഫ്രണ്ടേഷൻ എന്ന നൗൺ വരുമ്പോൾ കൺഫ്രണ്ട് ചെയ്യുക, ഫേസ് ചെയ്യുക, അഭിമുഖീകരിക്കുക എന്നൊക്കെയാണ് വേർബ് കൊണ്ട് മീനിങ് വരിക. പക്ഷെ നൗണായിട്ട് കൺഫ്രണ്ടേഷൻ എന്ന് പറയുമ്പോൾ അവിടെ ഒരു ആർഗ്യുമെൻ്റ് അല്ലെങ്കിൽ ഒരു ഫൈറ്റ്, ഒരു വഴക്ക് എന്നുള്ള അർത്ഥത്തിലാണ് വരിക. കോൺഫ്ലിക്റ്റ്, ഡിസ്പ്യൂട്ട്, ആർഗ്യുമെൻറ്റ്, കോൺഫ്ലിക്റ്റ്, ഡിസഗ്രിമെൻറ്റ്, അങ്ങനെയൊക്കെ വരും. അതെല്ലാം വഴക്കും വക്കാണോ എല്ലാം വരും, ഡിസ്പ്യൂട്ട് എല്ലാം ഈ പറയുന്ന കൺഫ്രണ്ടേഷൻ എന്ന വാക്കിൻ്റെ ഇതായിട്ട് വരും, സിനോണിമായിട്ട് വരും. ഓർത്തന്നെ കൊളിഷൻ, കോൺഫ്ലിക്റ്റ്, ഡിസ്പ്യൂട്ട്, ഒരു ഡിസഗ്രിമെൻറ്റ്, വേണമെങ്കിൽ ക്വാറൽ, ഒരു വഴക്ക് അല്ലേ. അപ്പോൾ എപ്പോഴും ഫൈറ്റ് പറഞ്ഞു, ബാറ്റിൽ, ഒക്കെ വരാം. എല്ലാം സിനോണിമാണ് ആയിട്ട് വരുന്ന വാക്കുകളാണ്. പക്ഷെ ഇതൊക്കെ ബാറ്റിലൊക്കെ കുറച്ചുകൂടെ ഡിസ്റ്റൻ്റ് ആയിട്ട് സിനോണിംസ് ആണ്. ബാക്കി കോൺഫ്ലിക്റ്റ്, കൊളിഷൻ, ഡിസ്പ്യൂട്ട്, ക്വാറൽ വരെ ഒക്കെയാണ്. അപ്പോൾ ആൻറ്റണിമായിട്ട് വരുന്ന ഏതെന്ന് നോക്കിയോ, കാം, സമാധാനം, പീസ്, സമാധാനം, കാം, പീസ്, അതാണല്ലേ. നമ്മൾ സീസ് ഫയർ ഒക്കെ പറയില്ലേ, വെടി നിർത്തി, വഴക്ക് നിർത്തി പരിപാടി പോകുന്നത്, അതിനൊക്കെ ഇപ്പം എന്താ കൺഫ്രണ്ടേഷൻ ഓപ്പോസിറ്റ് നമുക്ക് കൊടുക്കാൻ പറ്റും. ഓക്കെ, നോക്കണേ, സെക്കൻഡ്. ഓക്കെ, എക്സാമ്പിളോട്ട് പോകണമല്ലോ അല്ലേ. ഓക്കെ, കൺഫ്രണ്ടേഷൻ എക്സാമ്പിൾ നോക്കിയേ. മേക്കിംഗ് ഹാർമണി ആൻഡ് ഫ്രണ്ട്ലിനെസ്. ഹാർമണി ഉണ്ടാക്കുകയും ഫ്രണ്ട്ലിനെസ് ഉണ്ടാക്കുകയും, നമ്മൾ സമാധാനം ഉണ്ടാവുകയും ഫ്രണ്ട്ഷിപ്പ് ആ ഒരു ഉണ്ടാക്കുകയും, ഈസ് പ്രിഫേർഡ് ടു കൺഫ്രണ്ടേഷൻ ബൈ ഹിം. മേക്കിംഗ് ഹാർമണി ആൻഡ് ഫ്രണ്ട്ലിനെസ് ഈസ് പ്രിഫേർഡ് ടു, ഒരു സംതിങ് ഈസ് പ്രിഫേർഡ് ടു മറ്റൊരു സാധനം, ടു കൺഫ്രണ്ടേഷൻ, ടു ഫൈറ്റ്, ടു കോൺഫ്ലിക്റ്റ്, ടു കൊളിഷൻ ബൈ ഹിം. അവന് ഇഷ്ടം എന്താ, ഹാർമണിയിൽ നിൽക്കുന്നുള്ളതാണ് അവൻ പ്രിഫർ ചെയ്യുന്നത്, ടു കൺഫ്രണ്ടേഷൻ, കൺഫ്രണ്ടേഷനേക്കാളും അവൻ പ്രിഫർ ചെയ്യുന്നത്. പ്രിഫർ എന്ന് പറയുന്ന വേർബിൻ്റെ കൂടെ എപ്പോഴും ഉപയോഗിക്കുന്ന പ്രിപ്പോസിഷൻ ഓർത്ത് വെച്ചോണേ, ടു ആണ് പ്രിഫർ എന്ന വേർബിൻ്റെ കൂടെ. അപ്പം പ്രിഫറൻസ് എന്ന നൗണിൻ്റെ കൂടെയും നമ്മൾ ഉപയോഗിക്കുന്നത് ഇത് ടു എന്നുള്ളതാണ്. പ്രിഫർ ചെയ്യുക എന്നുള്ളത് എപ്പോഴും ലാറ്റിൻ വേർബാണ്, അതുകൊണ്ട് അതിനോടുകൂടെ എപ്പോഴും നമ്മൾ ടു ആണ് ഉപയോഗിക്കുന്നത്, ദാൻ എന്ന ഇത് ഉപയോഗിക്കില്ല. നമ്മൾ ഇന്നാൾ അഡ്ജക്റ്റീവിൻ്റെ കാര്യത്തിൽ പഠിച്ച സമയത്ത് പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്. ഓക്കെ, പ്രിഫർ
പ്രിഫർ എന്ന വാക്ക് ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് പഠിച്ചോണം എന്നൊക്കെ പറയുന്നൊരു കാര്യമാണ്. അപ്പോൾ ഒന്ന് ഓർത്ത് വെച്ചോണം. അടുത്ത വേർഡിലോട്ട് കൊണ്ടുപോകും. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കണം. റിലേറ്റ് ചെയ്ത് എന്തെങ്കിലുമൊക്കെ നമ്മൾ വിട്ടുപോയ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ ഓർപ്പെടുത്തും. അപ്പോൾ ഒന്നുണ്ട് ഓർത്ത് വെച്ചോണം. ആൻഡ് കൺഫ്രണ്ടേഷൻ കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്തിലോട്ട് പോകാം. ദാറ്റ് ഈസ് റിലക്റ്റൻസ്. അത് നൗണാണ്. റിലക്റ്റൻറ്റ് എന്ന് പറയുന്ന അഡ്ജക്റ്റീവാണ്. റിലക്റ്റൻസ് നൗണ്, റിലക്റ്റൻ്റ് അഡ്ജക്റ്റീവാണ്. റിലക്റ്റൻറ്റ് ഞാൻ എക്സാമ്പിൾ കാണിച്ചാൽ റിലക്റ്റൻറ്റ്. റിലക്റ്റൻറ്റ് അഡ്ജക്റ്റീവ് യൂസേജ് ആണ് റിലക്റ്റൻറ്റ്. ഓക്കെ, അപ്പം റിലക്റ്റൻറ്റ് എന്ന് പറയുന്ന അഡ്ജക്റ്റീവ് കേട്ട് പരിചയം ഉണ്ടാവും. റിലക്റ്റൻസും കേട്ട് പരിചയം ഉണ്ടാവും. ഡിസ്ഇൻക്ലിനേഷൻ, താല്പര്യമില്ലായ്മയാണ് റിലക്റ്റൻസ്. ഒരു താല്പര്യമില്ലാതെ നിൽക്കുകയാണ്. അൺവില്ലിങ്നെസ്, അൺറെഡിനെസ്, ട്രെപ്പിഡേഷൻ അല്ലെങ്കിൽ ഹെസിറ്റേഷൻ എന്നൊക്കെ നമ്മൾ പറയും. റിലക്റ്റൻസ് എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താ നമ്മൾ പറയുക? ഹെസിറ്റേഷൻ. എന്താ നിനക്കൊരു മടി? ഒരു മടിയാണ്, ഒരു താല്പര്യമില്ലായ്മ, ഹെസിറ്റേഷൻ. ഹെസിറ്റേഷനും റിലക്റ്റൻസും ഭയങ്കര ഇതായിട്ട് ഹെസിറ്റേഷൻ. ഓക്കെ, ഹെസിറ്റൻ്റ് എന്ന റിലക്റ്റൻറ്റിനോട് സിമിലർ ആയിട്ടുള്ള. ഓക്കെ, ഹെസിറ്റേഷൻ, റിലക്റ്റൻസിൻ്റെ ഇതാണ് ഹെസിറ്റേഷൻ. സിനോണിം ആയിട്ടുള്ള വാക്കാണ് ഹെസിറ്റേഷൻ. റിലക്റ്റൻ്റ് അഡ്ജക്റ്റീവ് ആണെങ്കിൽ ഹെസിറ്റൻ്റ് അഡ്ജക്റ്റീവ് തന്നെയാണ്. അതുപോലെ അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് താല്പര്യമില്ലായ്മ എന്ന് പറഞ്ഞാൽ ഒരു കാര്യത്തോട് നമുക്ക് വില്ലിങ് അല്ല അല്ലെങ്കിൽ റെഡി അല്ല, അതാണ്. അപ്പോൾ ആന്റണിം എന്തായിരിക്കും? ഡിസ്ഇൻക്ലിനേഷൻ ഇൻക്ലിനേഷൻ, ഒരു താല്പര്യം, ഇൻക്ലിനേഷൻ, ലൈക്കിങ് അല്ലേ? നമുക്കൊരു കാര്യത്തിൽ ഭയങ്കര ഇഷ്ടമാണെങ്കിൽ നമ്മൾ എന്താ പറയും? ഇൻക്ലിനേഷൻ ഉണ്ട്. ഐ ഹാവ് എ ലൈക്കിങ് ഫോർ സംതിങ്. ഈഗർനെസ്, എനിക്ക് ഭയങ്കര താല്പര്യം ഉണ്ട് അതിനോട് എന്ന് നമ്മൾ പറയില്ല, ഈഗർനെസ് ഉണ്ടെന്ന് പറയും. ഫോൺനെസ് അല്ലേ? താല്പര്യം ഉണ്ടെങ്കിൽ നമ്മൾ പറയുന്നത് നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു കാര്യത്തിനാണ് നമ്മൾ ഫോൺനെസ്. വി ഹാവ് എ ഫോൺനെസ് ടുവേർഡ്സ് സംതിങ്. ഒരു കാര്യത്തോട് ഇഷ്ടമാണ്, ഫോൺനെസ്. ഫോണ്ട് അഡ്ജക്റ്റീവ്, ഫോൺനെസ് നൗൺ കേട്ടോ. ഫോൺനെസ്, ഈഗർനെസ്, റെഡിനെസ് ഒക്കെ പറയും അല്ലേ? റെഡിനെസ്. ആന്റണിമിൽ ഇതൊക്കെ വരും. കണക്ട് ചെയ്ത് വെച്ചോണം, എപ്പോഴും ഇതൊക്കെ കണക്ട് ചെയ്തോളാം. അൺറെഡിനെസ് അല്ലെ അൺവില്ലിങ്നെസ് എന്നൊക്കെ പറഞ്ഞാൽ താല്പര്യമില്ലായ്മ, നമ്മൾ താല്പര്യമില്ല, അതാണ് ചെയ്യാൻ താല്പര്യമില്ല. പക്ഷെ അതേസമയത്ത് ഈഗർനെസ്, താല്പര്യം, ഒരു കാര്യത്തിൽ ഭയങ്കര കൗതുകത്തോടെ കാത്തിരിക്കുന്നതാണ് ഈഗർനെസ്. ഒരു കാര്യത്തിൽ ഈഗറായിട്ട് കാത്തിരിക്കുക. ലൈക്കിങ് അതുപോലെയാണ്. ഇൻക്ലിനേഷൻ അതുപോലെ ഒരു സാധനമാണ്. ഓക്കെ, ഓർത്തുവെച്ചോണം. ഇനി എക്സാമ്പിൾ നോക്കിക്കേ. സ്റ്റുഡൻസ് ലിസൺഡ് ടു ദ സൊല്യൂഷൻസ് നോട്ട് വിത്ത് റിലക്റ്റൻസ് ബട്ട് വിത്ത് ഹാപ്പിനെസ് അല്ലേ? ആൻസർ കേൾക്കാൻ നമുക്ക് ക്വസ്റ്റ്യനേക്കാൾ നമുക്ക് കുറച്ചുകൂടി താല്പര്യം. സ്റ്റുഡൻസിൻ്റെ താല്പര്യം എന്താണ്? ആൻസർ കേൾക്കാനല്ലേ? ചോദ്യം മതി ഇനി ആൻസർ പറ അല്ലേ? ആൻസറിനോട് നമുക്ക് താല്പര്യം. ബിക്കോസ് ആൻസർ കേട്ടാലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? നമ്മൾ പറഞ്ഞത് കറക്റ്റ് ആണെന്നും അതുപോലെ തന്നെ ചോദ്യങ്ങൾ കൂടുതലായിട്ട് പഠിച്ച് ആൻസർ ചെയ്ത് വിടുക, അതാണ് നമുക്ക് കുറച്ചുകൂടി ഇഷ്ടം അല്ലേ? സോ ദാറ്റ് ഇസ് റിലക്റ്റൻസ് എന്ന വാക്കുമായിട്ട് കണക്ട് ചെയ്ത് ഓർക്കുക. റിലക്റ്റൻ്റ് അഡ്ജക്റ്റീവ് ആണ്. റിലക്റ്റൻസിൻ്റെ സിമിലർ മീനിങ് ആണ് ഹെസിറ്റേഷൻ. അതിൻ്റെ അഡ്ജക്റ്റീവ് ഹെസിറ്റൻറ്റ്. ഓക്കെ, ഓർത്ത് വെച്ചോണം. അടുത്ത വാക്കിലോട്ട് പോവാം. ദാറ്റ് ഈസ്, ഒരു സെക്കൻഡ്, അടുത്ത വാക്ക് ട്രാവസ്റ്റി. ട്രാവസ്റ്റി എന്ന വാക്കിൻ്റെ അർത്ഥം അറിയോ? എ ചീപ്പ് മോക്കറി യൂഷ്വലി ഓഫ് സംതിങ് ഓർ സംവൺ സീരിയസ്. നമ്മൾ സീരിയസ് ആയിട്ട് ഒരു കാര്യത്തെ പറ്റി, ഒരു എന്തെങ്കിലും സീരിയസ് ആയ ഒരു കാര്യം അല്ലെങ്കിൽ ഒരു സീരിയസ് ആയ ഒരു വ്യക്തിക്ക് എതിരെ നമ്മൾ ഭയങ്കര മോശമായിട്ട് എന്താ പറയുക, അയാളെ ഇങ്ങനെ കളിയാക്കുന്നു, അയാളെയോ അല്ല ആ കാര്യത്തെ കളിയാക്കി ഇങ്ങനെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ കാണിക്കുന്ന പോലെ ആ സാധനത്തിന് ട്രാവസ്റ്റി. ഇപ്പോൾ ഭയങ്കര കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് ഈ ട്രാവസ്റ്റി എന്ന് പറയുന്നത്. ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ വരുന്നൊരു കാര്യമാണ്. വളരെ സീരിയസ് ആയിട്ട് ഒരാൾ ചെയ്ത എന്തെങ്കിലും കാര്യം, ഒരാളുടെ മൂവിയോ അല്ലെങ്കിൽ ഒരാൾ ചെയ്ത എന്തെങ്കിലും അച്ചീവ്മെൻറ്റോ, ഒരാളുടെ അച്ചീവ്മെൻറ്റോ അല്ലെങ്കിൽ ഒരാളെയോ ആ വ്യക്തിയോ ഒക്കെ എന്ത് ചെയ്യും? നമ്മൾ വളരെ ചീപ്പായിട്ട് ചുമ്മാ ആളെ ഇങ്ങനെ കളിയാക്കി അല്ലെങ്കിൽ വളരെ മോക്കറി ക്രിയേറ്റ് ചെയ്യുന്നതിനെയാണ് ട്രാവസ്റ്റി. ദാറ്റ് ഇസ് ട്രാവസ്റ്റി കേട്ടോ. അതിൻ്റെ സിനിമ എന്ന് വെച്ചാൽ ഡിസ്റ്റോഷൻ, അറിഞ്ഞുകൊണ്ട് നമ്മൾ അയാളെ എന്താ പറയുക, കരിവാരിത്തേക്കൽ, അതിനാണ് ട്രാവസ്റ്റി പറയുക. സോ ഡിസ്റ്റോഷൻ അല്ലെങ്കിൽ പെർവേർഷൻ എന്നൊക്കെ പറയും. അങ്ങനെ ചെയ്യുന്ന ഒരാളെ നമ്മൾ പെർവേർട്ട് എന്ന് പറയും. എന്തല്ലേ, അങ്ങനെ ഒരു വ്യക്തി നമ്മൾ പെർവേർട്ട് എന്ന് പറയും. പെർവേർഷൻ, ഡിസ്റ്റോഷനൊക്കെയാണ് അതിൻ്റെ സിനോണിമായിട്ട് പറയുന്നത്. അപ്പോൾ നമ്മളൊരു കാര്യത്തിനെ അതിൻ്റെ ഒരു കാര്യത്തിന് അതിൻ്റെതായ സീരിയസ്നെസ്സോട് കാണുമ്പോൾ അല്ലേ, ഒരു കാര്യം ഇച്ചിരി സീരിയസ് ആയ ഒരു കാര്യമാണെങ്കിൽ അതിനെ അതിൻ്റെതായ പ്രാധാന്യത്തോടെ, ഇമ്പോർട്ടൻസോടെ നമ്മൾ കാണണം. അങ്ങനെ ആ ഇമ്പോർട്ടൻസോടെ കാണുന്നത് തന്നെയാണ് സീരിയസ്നെസ് അല്ലെങ്കിൽ സോളംനിറ്റി എന്ന് പറയും. സോളംനിറ്റി കേട്ടോ. അപ്പോൾ ഓർത്ത് വെച്ചോണം, ട്രാവസ്റ്റിയുടെ സിനോണിംസ് എന്താണ്? അ ചീപ്പ് മോക്കറി അല്ലെങ്കിൽ ഡിസ്റ്റോഷൻ, പെർവേർഷൻ എന്നൊക്കെ പറയാം. അപ്പോൾ ആന്റണിം എന്താണ്?
സീരിയസ്നെസ് അല്ലെങ്കിൽ സോളംനെസ്, അതിൻ്റെ പ്രാധാന്യത്തോടെ നമ്മൾ അതിനെ കാണുന്നതന്നെയാണ്. ഓക്കെ, എക്സാമ്പിൾ നോക്കിയേ. ദിസ് ട്രയൽ ഹാസ് പ്രൂവ് ടു ബി എ ട്രാവസ്റ്റി ഓഫ് ജസ്റ്റിസ് ആൻഡ് ഹെൻസ് നീഡ്സ് കറക്ഷൻ. ചില സമയത്തൊക്കെ നമ്മൾ ചില ഇതിൻ്റെ കേസിന് വേണ്ടി, വിധിക്ക് വേണ്ടി നമ്മൾ കാത്തിരിക്കും. നമ്മൾ ഓർക്കൂലേ, എന്താ ഇത് നിങ്ങൾ ഇതിനെ ആളെ കളിയാക്കുക, അല്ലെങ്കിൽ നീതി കളിയാക്കുവാണ്, നീതി ദേവതയെ കളിയാക്കുവാണ് എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സോഷ്യൽ മീഡിയയിലൊക്കെ ഭയങ്കരമായിട്ട് ഇത് വരുന്ന കണ്ടിട്ടില്ലേ? എന്താ പറയുക, നമ്മൾ പറയാ ഭയങ്കര എന്താ പറയാ, വഴക്ക് ഓർ എപ്പോഴും ചർച്ച, ചർച്ച ആ വാക്കാ ഞാൻ ആലോചിച്ചത്, ചർച്ചയാവാറില്ലേ വിഷയം അത്. അപ്പോൾ അങ്ങനെയുള്ള കേസുമായിട്ട് റിലേറ്റ് ചെയ്ത് വളരെ കോമൺ ആയിട്ട് ഇപ്പോൾ ഉപയോഗിക്കുന്ന വാക്കാണ് ട്രാവസ്റ്റി. ഓർത്തിരുന്നോണം ഈ വാക്കുകൾ. ട്രാവസ്റ്റി ഡൗട്ട് ഉണ്ട് ചോദിക്കണം കേട്ടോ. എന്തെങ്കിലും സെൻറ്റൻസ് ഫ്രെയിം ചെയ്യണമെങ്കിൽ എനിക്ക് ഇതിൽ സെൻറ്റൻസ് ഫ്രെയിം ചെയ്തിട്ടുള്ളൂ കേട്ടോ. ഓക്കെ, മൂവിങ് ഓൺ. അടുത്ത വിംസി എന്ന വാക്ക് കേൾക്കുമ്പോൾ ഓർത്തോണം, വിംസിക്കൽ എന്ന് പറയുന്നൊരു വാക്ക് നമുക്ക് നേരത്തെ ചോദിക്കപ്പെട്ടൊരു വാക്കാണ് വിംസിക്കൽ. അഡ്ജക്റ്റീവാണ് സംഗതി. വിംസിക്കൽ അഡ്ജക്റ്റീവാണ് അർത്ഥം. റാൻഡം, അറിഞ്ഞുകൊണ്ട് ഇങ്ങനെ നോക്കുന്നതല്ല, റാൻഡമായിട്ട്, ദാറ്റ് ഈസ് വിംസിക്കൽ കേട്ടോ. അതാണ് വിംസിക്കൽ എന്ന വാക്കിന് അർത്ഥം. വിംസി എന്ന് പറയുന്നത് നൗണാണ്. ഓക്കെ, വിംസിക്കൽ എന്ന് പറയുന്നത് അഡ്ജക്റ്റീവ് ആണ്. സോ വിംസി എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം പ്ലേഫുള്ളി ക്വെയിൻഡ് ഓർ ഫാൻസിഫുൾ ബിഹേവിയർ ഓർ ഹ്യൂമർ. നമ്മൾ ഒരു എന്താ പറയുക, വലിയ സീരിയസ് ആയിട്ടുള്ള, അതായത് തമാശ രീതിയിൽ അല്ലെങ്കിൽ ഫാൻസിഫുൾ ആയിട്ടുള്ളൊരു നമ്മുടെ ഒരു ബിഹേവിയർ ഇല്ലേ, അതിനെയാണ്. അതുപോലെ വിംസിക്കലായിട്ട് എന്തെങ്കിലും സാധനം നമ്മൾ എടുക്കുകയാണെങ്കിൽ ദാറ്റ് ഈസ് റാൻഡമായിട്ട് അറിഞ്ഞുകൊണ്ടൊന്നും എടുക്കുന്നതല്ല, ചുമ്മാ ഒരു ഇതിലങ്ങ് എടുക്കും, ചുമ്മാ എടുക്കില്ലേ, അത് വിത്തൗട്ട് എനി സീരിയസ്നെസ് ചുമ്മാ എടുക്കുന്നതിനാണ് വിംസിക്കൽ എന്ന് പറയുന്നത്. റാൻഡം അങ്ങനെയാണ്, റാൻഡം പിക്കാണ്, ഇൻറ്റൻഷനൽ അല്ല, ഇറ്റ്സ് അൺഇൻറ്റൻഷനൽ ആയിട്ട് അതങ്ങ് വന്നു പോകുന്നത്, അതാണ് റാൻഡം. അല്ലാതെ കൃത്യമായിട്ട് നമ്മൾ ആലോചിച്ച് കാൽക്കുലേറ്റഡ് ആയിട്ട്. വിംസിക്കലിൻ്റെ ഓപ്പോസിറ്റാണ് കാൽക്കുലേറ്റഡ് അല്ലെങ്കിൽ ഇൻറ്റൻഷനൽ, അല്ലെങ്കിൽ നമ്മൾ പറയില്ലേ ആ സംഭവം ആണ് കേട്ടോ ഈ പറയുന്ന ഡെലിബറേറ്റ് എന്നൊക്കെയാണ് വിംസിക്കൽ ഓപ്പോസിറ്റ് പറയുക. അപ്പോൾ ഇതാകുമ്പോൾ അൺഇൻറ്റൻഷനൽ ആണ് എന്നൊക്കെ പറയുന്നുള്ളൂ. അപ്പോൾ റാൻഡമാണ്, റാൻഡംലി പിക്ഡ് ആണ്, അല്ല വിംസിക്കലായിട്ട് എടുത്താന്നൊക്കെ പറയില്ലേ ആ സാധനം. അപ്പോൾ സിനണമായിട്ട് വിംസി എന്ന വാക്കിൻ്റെ സിനണം എന്ന് പറഞ്ഞാൽ ഫാൻസിഫുൾനെസ് ആണ്. സോറി, ഫാൻസിഫുൾനെസ് ആണ്, ഒന്നല്ലേ, ഫാൻസിഫുൾനെസ്. പ്ലേഫുൾനെസ് എന്നൊക്കെ പറയും. ആൻറ്റണിമായിട്ട് ബോറിങ്, സീരിയസ് എന്നൊക്കെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. പക്ഷേ ഒരു ചെറിയൊരു ഇത് എനിക്ക് ഉണ്ട്, ഞാനിപ്പം പറയാതെ എന്താന്ന്, ചെറിയൊരു വ്യത്യാസം. ബിക്കോസ് ഇതെന്താണെന്നറിയോ, ബോറിംഗ് എന്നുള്ളത് വിംസിക്കലിൻ്റെ ഓപ്പോസിറ്റായിട്ട് നമുക്ക് വേണം പറയാം. അഡ്ജക്റ്റീവായിട്ട് ഒരിക്കലും അതിൻ്റെ മീനിങ് നമുക്കൊരു അതിന് ആൻറ്റം കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് എന്ത് കൊടുക്കണം എന്ന് വെച്ചാൽ വിത്ത് കൊടുക്കാം. വിത്ത്ഫുള്ളൊക്കെ ആണ് അതിൻ്റെ ആൻറ്റണി മീനിങ് വരും ഓഫ് അഡ്ജക്റ്റീവ്. പക്ഷെ ഇവിടെ വിത്ത് പറയാം, അല്ലെങ്കിൽ നമുക്ക് പറയാം വാഗറി, നൗണായിട്ട് പറയുന്നതാണ്. പിന്നെന്ത് പറയും, ഹ്യൂമർ പറയാം, ഹ്യൂമർ. ഇതൊക്കെ ഇവിടെയാണ് വരുന്നത് ആൻറ്റണിമായിട്ട്, സിനണിമായിട്ട്. ഓക്കെ, അതേ സമയത്ത് ആൻറ്റണിമായിട്ട് വരുമ്പോൾ സീരിയസ് എന്നല്ല അവിടെ പറഞ്ഞത്, സീരിയസ് അല്ല കേട്ടോ, സീരിയസ്നെസ്. പിന്നെ നേരെ നമ്മൾ പോലെ സോളംനിറ്റി, നേരത്തെ. പിന്നെ ബോധത്തോടെ, അറിഞ്ഞുകൊണ്ടല്ല അറിയാതെ ചെയ്യുന്നതിനാണ് വിംസി എന്ന് പറയുന്നത്. അറിയാതെ നടക്കുന്ന ഒരു സാധനമാണ് വിംസി. സോബറായിട്ട് നല്ല ബോധത്തോടെ ചെയ്യുന്നൊരു കാര്യമാണ് പറയില്ലേ, അതിനെ സൊബ്രൈറ്റി പറയും. സോബർ എന്നാണ് എൻ്റെ എന്താ പറയുക,
adjective, serious adjective, seriousness, solemnity, sobriety എന്നൊക്കെ പറയുന്നതാണ് അതിൻ്റെ ആൻറ്റണിമായിട്ട് കാരണം വിംസി ഇസ് എ നൗൺ, അതുകൊണ്ട് അതിൻ്റെ നൗൺ തന്നെയാണ്. എക്സാമ്പിൾ നോക്കിയേ, വിത്തൗട്ട് എനി വിംസി കിഡ്സ് എ പ്ലേയിങ് ഇൻ ദ ഗാർഡൻ. പ്രത്യേകിച്ച് ഒരു ഇതുമില്ലാതെ വളരെ സീരിയസ് ആയിട്ട് കുട്ടികൾ കളിക്കുകയാണ്. അപ്പോൾ വിത്തൗട്ട് എനി വിംസി എന്ന് പറഞ്ഞാൽ ഒരു തമാശയും ഇല്ലാണ്ട് കുട്ടികൾ ഗാർഡനിൽ കളിക്കുകയാണ് എന്നുള്ള പ്ലേഫുൾ നേച്ചറിനെയാണ് കേട്ടോ വിംസി എന്ന് പറയാം. പ്ലേഫുൾ നേച്ചർ, പ്ലേഫുൾനെസ്, ഫാൻസിഫുൾനെസ്, വിറ്റ്, തമാശയോടെ, ഹ്യൂമറോടെ ഒക്കെ അതിനെയാണ് നമ്മൾ എന്താ പറയുക വിംസി എന്ന് പറയും. പക്ഷെ അല്ലാതെ സീരിയസ്നെസ്സോടെ എന്നുള്ളതാണ് അതിൻ്റെ ഓപ്പോസിറ്റ്. ഓക്കെ, മിസ്ചീവിയസ് അല്ല. മിസ്ചീവിയസ് എന്ന് പറയുന്ന വിംസിക്കൽ എന്ന് പറയാൻ പറ്റില്ല. മിസ്ചീഫ് പറഞ്ഞു, പക്ഷെ അതും ആൻറ്റണിമായിട്ട് ഉപയോഗിക്കാം. പക്ഷെ ഡിസ്റ്റൻ്റ് ആണ് സെമി. കാര്യം വെച്ചാൽ ഇവിടെ മിസ്റ്റീവിയസ് ഇസ് എന്താ പറയുക വികൃതിയോടെ. മിസ്റ്റീഫാണ് വികൃതി. നൗണാണ് നമുക്ക് വിംസിയുടെ കൂടെ അഡ്ജക്റ്റീവായിട്ട് വരേണ്ടത്. നൗണായിട്ട്, നൗണിൻ്റെ സിനോണിമായിട്ട് നൗൺ തന്നെ വരണം, നൗണിൻ്റെ ആൻറ്റണിമായിട്ട് നൗൺ തന്നെ വരണം. അങ്ങനെ ഒരു കാര്യമുണ്ട്, ദാറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, അതാണ് ഞാൻ പറഞ്ഞു വന്നതിൻ്റെ അർത്ഥം. അടുത്ത് നോക്കിയാൽ ഡയബോളിക്കൽ. ഡയബോളിക്കൽ ഒരു അഡ്ജക്റ്റീവായിട്ടുള്ള വാക്കാണ്. ഡയബോളിക്കൽ ആണെന്ന് പറഞ്ഞാൽ വെരി ബാഡ് നോവിങ് ആയിട്ടുള്ള, അതാണ് ഡയബോളിക്കൽ എന്ന വാക്കിൻ്റെ അർത്ഥം. ഡയബോളിക്കൽ, ഡൈഡാൻറ്റിക്കൽ ആയിട്ട് ഡയബോളിക്കൽ, ഓർക്കണം ഡയബോളിക്കൽ. സോ ഡയബോളിക്കൽ വെരി ബാഡ്, അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയും ടെറിബിൾ. വെരി ബാഡിന് മറ്റൊരു വാക്കാണ് ടെറിബിൾ. വളരെ മോശമായിപ്പോയി, വളരെ മോശം എന്നൊക്കെ നമ്മൾ പറയില്ലേ ചില ആൾക്കാരെ പറ്റി. ഇതെന്ത് മോശമായ കാര്യമാണ്, ഇങ്ങനെ ചെയ്യാൻ പാടുമോ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പറയില്ല. ഇപ്പം എന്തായി നടക്കണേ, വളരെ മോശമായിപ്പോയി എന്നൊക്കെ പറയില്ലേ, ആ സംഗതി. സോ ഡയബോളിക്കൽ മീൻസ് വെരി ബാഡ്, ടെറിബിൾ, വളരെ മോശമായിട്ട്, ടെറിബിൾ ആയിട്ടുള്ളത് എന്നാണ് ഡയബോളിക്കൽ എന്ന വാക്കിൻ്റെ അർത്ഥം. ഡയബോളിക്കൽ ഇസ് എൻ ഒബ്ജക്റ്റീവ് കേട്ടോ. ഈ CAL വാക്കുകളൊക്കെ വരുമ്പോഴേക്കും ഒന്ന് ഓർത്ത് വെച്ചോളൂ. അതെന്താണ് CAL വാക്കുകൾ പൊതുവെ നമ്മൾ എന്ത് ഉപയോഗിക്കാൻ ഉപയോഗിക്കുന്ന അഡ്ജക്റ്റീവ് പറയാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് CAL വാക്കുകളൊക്കെ കേട്ടോ. അപ്പോൾ ഡയബോളിക്കൽ, യെസ്. അപ്പോൾ അർത്ഥം എന്താ, മറ്റേ സിനോണിംസ് എന്താ, ഡെവിലിഷ് അല്ലേ, വളരെ മോശമായിട്ട്, ഡെവിലിഷ്, ഈവിൾ അല്ലേ പറയില്ലേ, വളരെ മോശമായി പോയി ഇതൊക്കെ നമ്മൾ പറയില്ലേ, ഈവിൾ, വളരെ ടെറിബിളായിട്ട്, വളരെ മോശമായിട്ട്, ഈവിൾ, നമ്മളെ അനോയിങ് ആയിട്ട് അല്ലെ, നമ്മളെ വെറുപ്പിക്കുന്ന രീതിയിൽ, ദാറ്റ് ഈസ് ഫ്രസ്ട്രേറ്റിംഗ് അങ്ങനെ പറയും. ഡയബോളിക്കൽ വളരെ ഫ്രസ്ട്രേറ്റിംഗ് ആണ്, വളരെ അനോയിങ് ആണ് എന്നൊക്കെ പറയും. ആൻഡ് അഡ്ജക്റ്റീവ് എന്താണ്, അഡ്ജക്റ്റീവാണത്. അതിൻ്റെ ഓപ്പോസിറ്റ് എന്താണ്, എക്സലൻറ്റ്. വളരെ മോശം, വളരെ നല്ലത്, എക്സലൻറ്റ്, വെരി ഗുഡ്. അതല്ല എക്സലൻറ്റ് എന്ന് വെരി ഗുഡ്, യെസ്. ജെൻറ്റിൽ, സട്ടിലായിട്ട്, ജെൻറ്റിലായിട്ട് എന്ന് പറയും. അപ്പോൾ എക്സാമ്പിൾ നോക്കാം. ദ കോൺസ്റ്റൻറ്റ് നോയ്സ് ഫ്രം ദ നെയ്ബേഴ്സ് പാർട്ടി വാസ് ഡയബോളിക്കൽ. അല്ലെ ചില ആൾക്കാർ പാർട്ടി നടത്തുമ്പോഴൊക്കെ രാത്രിയിലൊക്കെ ഭയങ്കര ഒച്ചയും പോലും ഉണ്ടെങ്കിൽ നമ്മൾ പറയില്ല, അയ്യോ എൻ്റെ പൊന്നെ ഒന്ന് നിർത്തും, എന്ത് ഒച്ച ചെയ്ത്. എക്സാമിൻ്റെ സമയത്തൊക്കെ നമ്മൾ പഠിക്കുമ്പോൾ അപ്പുറത്തെ വീട്ടിൽ നിന്ന് ഒച്ച കിട്ടാൽ, അപ്പുറത്തെ വീട്ടിൽ നിന്ന് ഇപ്പോഴത്തെ ഇതൊക്കെ പറയാം, ഇപ്പോൾ ഫ്ലാറ്റിലൊക്കെ താമസിക്കുമല്ല, അടുത്തടുത്ത അപ്പാർട്ട്മെൻറ്റ്സിലൊക്കെ താമസിക്കുമ്പോൾ ആൾക്കാർക്ക് ആ ഒരു ഫീൽ വരും അല്ലേ. നമ്മുടെ പണ്ടത്തെ വീടുകൾ ഇങ്ങനെ ദൂരെ നാട്ടിലൊക്കെ ആണെങ്കിലുള്ള വീടുകളാകുമ്പോൾ വലിയ നാട്ടിൻപുറത്തൊക്കെ കേട്ടോ, അതാണ് ഉദ്ദേശിക്കുന്നത്. നാട്ടിൻപുറത്തൊക്കെ നമ്മുടെ വീടുകൾക്ക് എന്ന് പറഞ്ഞാൽ കുറച്ച് ഗ്യാപ്പ് ഉണ്ട്. അപ്പോൾ ഈ പറഞ്ഞ ഒച്ചയുമ്പോൾ ഒരു വീട്ടിലുണ്ടായ മറ്റുള്ളവർക്ക് ഇതുണ്ട്. പക്ഷേ വെൻ യു ആർ ഇൻ urban സെറ്റിങ്ങിലൊക്കെ ആണെങ്കിൽ നമുക്കറിയാലോ കുറച്ചുകൂടെ അടുപ്പിച്ചടുപ്പിച്ച വീടുകൾ. അപ്പോൾ ഒരു വീട്ടിൽ അധികം ഒച്ചയൊക്കെ കേട്ടാൽ സംഭവിക്കും. അപ്പോൾ അതിനുള്ളൊരു എക്സാമ്പിളാണ് ദ കോൺസ്റ്റന്റ് നോയ്സ് ഫ്രം ദ നെയ്ബേഴ്സ് പാർട്ടി വാസ് ഡയബോളിക്കൽ. വളരെ കോമൺ ആയിട്ട് ഇപ്പോൾ ഉപയോഗിക്കുന്ന കുറച്ച് വാക്കുകളൊക്കെയാണ് ഇത്. അപ്പം അങ്ങനെയുള്ള കുറച്ച് ഏറ്റവും കോമൺ ആയിട്ടുള്ള കുറച്ച് വാക്കുകൾ ഇപ്പോൾ പരിചയപ്പെടുന്നത്, ബിക്കോസ് ദാറ്റ് വുഡ് ഹെൽപ്പ് യു അതിന് വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ അത് നോക്കാം. അക്സെൻച്വേറ്റ്, വാട്ട് ഇസ്, അപ്പോൾ ഡയബോളിക്കൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ട് ചോദിക്കണേ. അതുപോലെ അടുത്ത വേർഡ് നോക്കാം, അക്സെൻച്വേറ്റ്. വാട്ട് ഇസ് അക്സെൻച്വേറ്റ്, എന്താണ് അക്സെൻച്വേറ്റ് ചെയ്യാന്ന് പറയാം. അക്സെൻച്വേറ്റ് എന്ന വാക്കിന് ഒരു ഇതുമായിട്ട് സിമിലാരിറ്റി ഉണ്ട്, അല്ലെങ്കിൽ നമ്മൾ പരിചയമുള്ള ഒരു ഇതുമായിട്ട് സിമിലാരിറ്റി ഉണ്ട്. ദാറ്റ് ഈസ് ആക്സെൻറ്റ് അല്ലേ. ഈ ആക്സെൻറ്റ് ബ്രിട്ടീഷ് ആക്സെൻറ്റ് അല്ലെ, അമേരിക്കൻ ആക്സെൻറ്റ്, അല്ലെങ്കിൽ നമ്മൾ പറയും ബ്രിട്ടീഷ് ആക്സെൻറ്റ്, അമേരിക്കൻ ഓസ്ട്രേലിയൻ ആക്സെൻറ്റ് എന്നൊക്കെ പറയുന്ന ദിവസമാണ് ആക്സെൻറ്റ് ഇട്ടൊരു കാര്യം പറയുന്നത് ആക്സെൻച്വേറ്റ് ചെയ്യുക എന്ന് പറയാം. ആക്സെൻച്വേറ്റ് ചെയ്യുക മീൻസ് എംഫസൈസ് ചെയ്യുക. വേർബാണ്, എംഫസൈസ് ഇസ് വേർബ്, ആക്സെൻച്വേറ്റ് ചെയ്യും വേർബ്. അപ്പം ആക്സെൻച്വേഷൻ ആണ് നൗൺ വരിക, ആക്സെൻച്വേഷൻ കേട്ടോ, ആക്സെൻച്വേഷൻ അതാണ്. അപ്പോൾ അതിൻ്റെ മീനിങ് നോക്കുക. എംഫസൈസ് സംതിങ് ഓർ മേക്ക് സംതിങ് ഈസിയർ ടു നോട്ടീസ്. മേക്ക് സംതിങ് നോട്ട് ഈസിയർ ടു നോട്ടീസ് എന്ന് പറഞ്ഞാൽ നോട്ടീസിബിൾ എന്ന് കൊടുക്കാം, അതായിരിക്കും ഈസിയർ ടു മേക്ക് സംതിങ് നോട്ടീസിബിൾ അങ്ങനെ കൊടുക്കാം. അപ്പോൾ കുറച്ചുകൂടെ നമുക്ക് എന്ത് ചെയ്യും, നോട്ടീസിബിൾ സ്പെല്ലിംഗ് വരും. അപ്പോൾ എന്താണ്, ഒരു കാര്യത്തിന് നോട്ടീസ് ചെയ്യിപ്പിക്കുക, അങ്ങനെ നോട്ടീസ് ചെയ്യിപ്പിക്കാം എന്ന് തന്നെയാണ് ആക്സെൻച്വേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ എംഫസൈസ് ചെയ്യുക എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഓർത്ത് വെച്ചോണം, മറ്റേ നമ്മൾ ഇത് പറയില്ലേ, ലൈക്ക് മലയാളത്തിൽ
പോയിന്റ് ഔട്ട് ചെയ്യുക, മലയാളത്തിൽ അല്ല ഇംഗ്ലീഷിൽ പോയിന്റ് ഔട്ട്, ചൂണ്ടിക്കാണിക്കുക, മലയാളത്തിൽ ചൂണ്ടിക്കാണിക്കുക എന്ന് പറയും. ആക്സെൻറ്റുവേറ്റ് ചെയ്യുക, ചൂണ്ടിക്കാണിക്കുക എന്ന് പറയും. ഭയങ്കര കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു വാക്കാണ്. ഇപ്പം ഈ ചർച്ചകൾ, പാനൽ ചർച്ചകളൊക്കെ ചാനലിൽ വരില്ലേ, പാനൽ ഡിസ്കഷൻസ് ഒക്കെ വരും. അങ്ങനെയുള്ള പാനൽ ചർച്ചകളൊക്കെ വരുമ്പോൾ പറയുന്നൊരു കാര്യമാണ്, ഞാൻ ഇങ്ങനെ ഒരു കാര്യം അക്സെൻറ്റുവേറ്റ് ചെയ്യുന്നു, ഐ വുഡ് ലൈക്ക് ടു അക്സെൻറ്റുവേറ്റ് ദിസ്, ഐ വുഡ് ലൈക്ക് ടു എംഫസൈസ്, ഐ വുഡ് ലൈക്ക് ടു ഹൈലൈറ്റ്, ഐ വുഡ് ലൈക്ക് ടു പോയിന്റ് ഔട്ട് എന്നൊക്കെ പറയുന്നൊരു യൂസേജ് ഭയങ്കര കോമൺ ആയതുകൊണ്ടാണ് ഈ ഒരു വാക്ക് വരുന്നത്. ഇപ്പോൾ സിനോണിമായിട്ട് വരുവാണെങ്കിൽ ഹൈലൈറ്റ് ചെയ്യുക, അടിവരയിട്ട് കാണിക്കുക, ഹൈലൈറ്റ് ചെയ്യുക, അണ്ടർസ്കോർ ചെയ്യുക, അണ്ടർലൈൻ ചെയ്യുക, സ്ട്രെസ് ചെയ്യുക, സ്പോട്ട്ലൈറ്റ് ചെയ്യുക എന്നൊക്കെ ആക്സെൻറ്റുവേറ്റ് എന്ന വാക്കിൻ്റെ സിനോണിംസ് ആയിട്ട് നമ്മൾ ഉപയോഗിക്കും കേട്ടോ. അതേസമയത്ത് ആൻറ്റണിമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന വാക്കിതാണ് വീക്കൻ ചെയ്യുക, മിനിമൈസ് ചെയ്യുക, അണ്ടർസ്റ്റേറ്റ് ചെയ്യുക, ഡി എംഫസൈസ് ചെയ്യുക. അതിന് വലിയ പ്രാധാന്യം കൊടുക്കും, അതിന് വലിയ തൂക്കം കൊടുക്കുന്നില്ല നമ്മൾ, അതിന് വലിയ പ്രാധാന്യം കൊടുക്കുന്നില്ല, ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല. സോ ദാറ്റ് മീൻസ് വീക്കൻ ചെയ്യുക, മിനിമൈസ് ചെയ്യുക, അണ്ടർസ്റ്റേറ്റ് ചെയ്യുക, വലിയ പ്രാധാന്യം കൊടുക്കാതെ താഴ്ത്തിക്കെട്ട് തന്നെ അണ്ടർസ്റ്റേറ്റ് ചെയ്യുക. ഡി എംഫസൈസ്, എംഫസൈസിന്റെ ഓപ്പോസിറ്റ് ആണ് ഡി എംഫസൈസ് ചെയ്യുക. ഓർത്തോണേ, എംഫസൈസ് അല്ലെങ്കിൽ ഹൈലൈറ്റ്, അണ്ടർലൈൻ, അണ്ടർസ്കോർ, സ്ട്രെസ്, സ്പോട്ട്ലൈറ്റ് ഒക്കെയാണ് ആക്സെൻറ്റുവേറ്റ് എന്ന വാക്കിൻ്റെ സിനോണിമായിട്ട് ഉപയോഗിക്കുക കേട്ടോ. ഇതേപോലെ അണ്ടർസ്കോറിൻ്റെ സിനോണിമായിട്ട് ആക്സെൻറ്റുവേറ്റ് വരാറുണ്ട്, നാളെ എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇത് ഞാൻ പരിചയപ്പെടുത്തുന്ന ഈ കാര്യം. ഓക്കെ, എക്സാമ്പിൾ നോക്കിയാൽ ഷീ യൂസസ് മേക്കപ്പ് ഹൈലൈറ്റേഴ്സ്, മേക്കപ്പ് ഹൈലൈറ്റേഴ്സ് ഉപയോഗിക്കും അവർ ടു ആക്സെൻറ്റുവേറ്റ് ഹർ ബ്യൂട്ടിഫുൾ ഐസ്. നമ്മുടെ എന്താ ചെയ്യുക, ഹൈലൈറ്റേഴ്സ്, എന്തിനും ഹൈലൈറ്റേഴ്സ് ഉപയോഗിക്കല്ലോ, മേക്കപ്പിന് വേണ്ടി മാത്രമല്ല, നമ്മൾ അല്ലാതെ ഹൈലൈറ്റർ പെൻസ് ഒക്കെ ഇല്ലേ, ഹൈലൈറ്റർ പെന്നുകളൊക്കെ ഉണ്ട് നമുക്ക്. എന്തിനാ, എഴുതുമ്പോൾ ഒന്ന് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടി. ഈ നമ്മുടെ ലാപ്ടോപ്പിലോ കമ്പ്യൂട്ടറിലൊക്കെ നമുക്ക് ഓൾറെഡി ഓപ്ഷൻസ് ഉണ്ട് ഹൈലൈറ്റേഴ്സ് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടി. ഇപ്പോൾ ഞാൻ ഉപയോഗിക്കുന്ന ഹൈലൈറ്റർ കാണിച്ചു തരാം. ദിസ് ഇസ് ഹൈലൈറ്റർ ആണ്, ഇത് ഹൈലൈറ്റർ അല്ലേ, ദിസ് ഇസ് ഹൈലൈറ്റർ. ഈ ഹൈലൈറ്റർ യൂസ് ചെയ്തിട്ടാണ് ഞാൻ നിങ്ങളെ, നൗണാണ് വേർബാണ്, ഇത് ഹൈലൈറ്റ് ചെയ്യുന്നത്. ഈ ഹൈലൈറ്റർ പെൻസ് എങ്ങനെയല്ല ഉപയോഗിക്കുന്നത്, ഹൈലൈറ്റ് ഒരു വേർഡിനെ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന യെല്ലോ, ഗ്രീൻ, അങ്ങനെ പല പല കളറിലുള്ള ഹൈലൈറ്റേഴ്സ് നമ്മൾ ഉപയോഗിക്കും. ടു ഹൈലൈറ്റ്, ടു അണ്ടർലൈൻ, ടു എംഫസൈസ്, ഒരു കാര്യത്തിൻ്റെ ഇമ്പോർട്ടൻസിനെ എംഫസൈസ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കാറുണ്ട് കേട്ടോ. ദാറ്റ് ഈസ് ആക്സെൻറ്റുവേറ്റ് കേട്ടോ. ഓക്കെ, കണക്ട് ചെയ്ത് പോകാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അടുത്ത വാക്കിലോട്ട് പോവാം. അടുത്ത വാക്ക് ഓക്കെ, കൾപ്പബിൾ. നമ്മൾ കേട്ട് പരിചയമുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. കൾപ്പബിൾ എനിക്ക് തോന്നുന്നു കുറേ ആയി കേട്ടിട്ടുണ്ടാവും. പക്ഷെ കൾപ്പബിൾ ഇപ്പോൾ ഭയങ്കര കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു വാക്കാണ്. കൾപ്പബിൾ ഈസ് ആൻ അഡ്ജക്റ്റീവ്, അഗൈൻ റെസ്പോൺസിബിൾ ഫോർ സംതിങ് ബാഡ് ദാറ്റ് ഹാസ് ഹാപ്പൻഡ്. ഇപ്പോൾ നടന്നൊരു കാര്യം, ഇപ്പോൾ നടന്നോ കുറച്ച് മുമ്പ് നടന്ന അതിൻ്റെ എഫക്റ്റ് ഇപ്പോഴുള്ള ആ ഒരു കാര്യത്തിൻ്റെ റെസ്പോൺസിബിൾ ആണ്. അതിന് യു ആർ റെസ്പോൺസിബിൾ ഫോർ സംതിങ്. നീ കൾപ്പബിൾ ആണെന്ന് പറഞ്ഞാൽ നീ ശിക്ഷിക്കപ്പെടണം. യു ആർ ഗിൽറ്റി ഫോർ സംതിങ്, യു ആർ ബ്ലെയിം വർത്തി, യു ആർ പണിഷബിൾ, യു ആർ റോങ്ഫുൾ അല്ലേ. ഒരാൾ കൾപ്പബിൾ ആണെന്ന് വെച്ചാൽ ഹീസ് ഗിൽറ്റി. അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ പറയണം പാകിസ്ഥാൻ അതിന് കൾപ്പബിൾ ആണ് എന്ന് പറഞ്ഞാൽ പാകിസ്ഥാൻ അതിന് കാരണക്കാരനാണ്, അല്ലെങ്കിൽ പാകിസ്ഥാൻ അതിന് പണിഷബിൾ ആണ്, പാകിസ്ഥാൻ തെറ്റ് ചെയ്തു അല്ലേ, ശിവഗാമി നീ തവർ ചെയ്തു എന്ന് പറയില്ലേ, നീ സെഞ്ചത് തവർ. അത് പറയുമ്പോൾ ശിവഗാമി ഈസ് കൾപ്പബിൾ ഫോർ ദാറ്റ്, ശിവഗാമി അതിൽ റെസ്പോൺസിബിൾ ആണ് എന്ന് പറയില്ല, ആ സംഗതിയാണ് കേട്ടോ. അപ്പോൾ ഓർത്ത് വെച്ചാലും കൾപ്പബിൾ വളരെ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു വാക്കാണ്. ഇപ്പോൾ ഈ ഇടയായിട്ട് നമ്മൾ ഭയങ്കരമായിട്ട് ന്യൂസിലൊക്കെ വരുന്ന ഒരു വാക്കാണ്. അപ്പോൾ അത് എടുത്ത് പറയാനുള്ള കാരണം വെച്ചാൽ ന്യൂസ് പേപ്പറിൽ വരുന്ന വാക്കുകൾ എക്സാമിന് ചോദിക്കാറുണ്ട്. ആൻഡ് ദാറ്റ് ഈസ് വളരെ കോമൺ ആയിട്ടുള്ളൊരു, എന്താ പറയുക, നമ്മുടെ നാട്ടിലൊരു എക്സാമിന് ഉള്ള രീതിയാണ് ഈ കൾപ്പബിൾ ഈ വാക്കുകൾ, ഇങ്ങനെയുള്ള വാക്കുകളെ ഉപയോഗിക്കൽ. സോ മേക്ക് ഷുവർ അങ്ങനത്തെ വാക്കുകളൊക്കെ ഒന്ന് കൃത്യമായിട്ട് ഓർത്ത് വെച്ചോളൂ, എക്സാമിന് വരുമ്പോൾ ഒന്ന് പഠിച്ചു വെച്ചോളൂ, ബിക്കോസ് ദാറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ്. അത് ചോദിക്കുമ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കണം, ഇങ്ങനെ ഒരു വാക്ക് ചോദിച്ചിട്ടുണ്ട്, ഇങ്ങനെ വാക്കിനെ ഞാൻ എന്ത് ചെയ്യണം, അതിനുവേണ്ടി ഞാൻ പ്രിപ്പയർഡ് ആയിരിക്കണം. ഇങ്ങനെ ചോദ്യം ചോദിക്കും, ഇങ്ങനെ വാക്കുകളെ ഞാൻ അറിഞ്ഞിരിക്കണം എന്നുള്ളതൊക്കെ നമ്മുടെ ഒരു ഇൻറ്റൻഷൻ ആയിരിക്കണം. ഇങ്ങനത്തെ വാക്കുകൾ ഒക്കെ നമ്മൾ നേരത്തെ പഠിച്ചു വെച്ചു, അല്ലെങ്കിൽ ഇതെനിക്ക് നേരത്തെ അറിയാം, ഇങ്ങനത്തെ വാക്ക് വരുമെന്ന് എനിക്കറിയാം, പ്രിപ്പയർഡ് ആയിരിക്കണം കേട്ടോ. ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻ്റ്. അതാണ്. അതുകൊണ്ട് ഇങ്ങനത്തെ കുറച്ച് വാക്കുകളൊക്കെ എപ്പോഴും അറിഞ്ഞിരിക്കുക. ഇപ്പോൾ ഈ പറഞ്ഞ കുറച്ച് വാക്കുകൾ മാത്രമായിരിക്കില്ല കേട്ടോ, എല്ലാം ഉണ്ട്. ഞാനിപ്പോൾ ഏറ്റവും റീസെൻ്റ് ആയിട്ട് വന്ന കുറച്ച് വാക്കുകൾ മാത്രമേ ഇപ്പോൾ എടുത്തിട്ടുള്ളൂ. ഒരു 20-25 വേർഡ്സ് ഞാനിപ്പോൾ എടുത്ത് വെച്ചിട്ടുള്ളൂ. അതല്ലാതെ എന്തോരം വാക്കുകളുണ്ട് ഓൾറെഡി വരുന്നത്. അല്ലെ ഏറ്റവും ഹൈലൈറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് 20-25 വേർഡ്സ് ആണ് ഇപ്പോൾ ഞാൻ നിങ്ങളെ പരിചയപ്പെടുന്നത് എന്തായാലും. സോ അപ്പോൾ ഞാൻ കൾപ്പബിളിലോട്ട് പറഞ്ഞു വന്ന് ഓർമ്മ, കൾപ്പബിലിറ്റി ആണ് നൗൺ വരെ. കൾപ്പബിൾ ഹൈലൈറ്റ് ചെയ്തോട്ടെ, ദാറ്റ് ഈസ് എൻ അഡ്ജക്റ്റീവ്. കൾപ്പബിൾ. അപ്പോൾ കൾപ്പബിലിറ്റി, റെസ്പോൺസിബിലിറ്റി പറയില്ലേ, അതുപോലെ കൾപ്പബിളിൻ്റെ ഇതെന്ത് വരും, കൾപ്പബിലിറ്റി. അവിടെ പൊക്കത്ത് സ്ഥലമില്ലാത്തതുകൊണ്ട് ഇവിടെ എഴുതുവേ. കൾപ്പബിലിറ്റി നൗണ്, കൾപ്പബിൾ അഡ്ജക്റ്റീവ്, റെസ്പോൺസിബിൾ അഡ്ജക്റ്റീവ്, റെസ്പോൺസിബിലിറ്റി നൗൺ. ഓക്കെ, സോ നോക്കൂ, ഗിൽറ്റി അഡ്ജക്റ്റീവ്, ഗിൽറ്റ് നൗൺ, ബ്ലെയിം വർത്തി അഡ്ജക്റ്റീവ്, പണിഷബിൾ പണിഷ് ചെയ്യുക,
പണിഷബിൾ അഡ്ജക്റ്റീവ്, wrongful അഡ്ജക്റ്റീവ്. ഓക്കെ, അപ്പൊ എൻ്റെ ആന്റണിം എന്താ? ഇന്നസെന്റ്, നിഷ്കളങ്കനാണ് എന്ന് പറയില്ലേ, ഇന്നസെന്റ് ആണ് അഡ്ജക്റ്റീവ്. ഇമ്മ്യൂൺ, ബ്ലെയിംലെസ്, ഫോൾട്ട്ലെസ്, ഫോൾട്ട് ചെയ്തിട്ടില്ല, ബ്ലെയിം ചെയ്തിട്ടില്ല, ബ്ലെയിം ഇല്ല അവന്. ബ്ലെയിംലെസ്, ഫോൾട്ട്ലെസ്, ഇമ്മ്യൂൺ, ഇന്നസെന്റ് ഒക്കെ ആന്റണിം അഡ്ജക്റ്റീവ്സ് തന്നെയാണ്. ഓഫ് കോഴ്സ് ഇതിന്റെ ആന്റണിംസ് ആണ്, കൾപ്പബിളിന്റെ ആന്റണിം. ഓക്കെ, എക്സാമ്പിൾ നോക്കിയേ. യൂസിങ് നോട്ട്ബുക്ക് ഇൻ എക്സാം ഇസ് കൾപ്പബിൾ ആൻഡ് ദസ് പ്രൊഹിബിറ്റഡ്. അല്ലേ, ദാറ്റ് ഇസ് തെറ്റ് അല്ലേ. എക്സാമിന് നോട്ട്ബുക്സ് ഉപയോഗിക്കാൻ, ബുക്ക് എക്സാം ഹോളിൽ ബുക്സ് ഉപയോഗിക്കുന്നത് എന്താണ്? അല്ലെങ്കിൽ ഓപ്പൺ ബുക്ക് എക്സാംസ് വല്ലതും ആയിരിക്കണം അല്ലേ. അങ്ങനെ അല്ലാതിരിക്കുന്ന ഉപയോഗിക്കുന്ന നോട്ട്ബുക്ക് ഉപയോഗിക്കുന്ന എക്സാമിന് ഉപയോഗിക്കുന്നത് ഇസ് കൾപ്പബിൾ, ദാറ്റ് ഇസ് റെസ്പോൺസിബിൾ, ദാറ്റ് ഇസ് ഗിൽറ്റി, ദാറ്റ് ഇസ് പണിഷബിൾ ആണ്. ഇറ്റ്സ് എ പണിഷബിൾ തിങ്. അത് ചെയ്യാൻ പാടില്ല എന്ന് നമ്മൾ പറയുന്നത്. ആ സാധനം ഓർത്ത് വെച്ചോണം. സോ കോമൺ ആയിട്ട് നമ്മൾ പറയുന്ന കുറച്ച് കാര്യങ്ങൾ, കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന വേർഡ്സ് ആൻഡ് അതിൻ്റെ യൂസേജസ് വിത്ത് എക്സാമ്പിൾസ് ഓർത്ത് വെക്കുക കേട്ടോ. വിത്ത് എക്സാമ്പിൾസ് ഓർത്ത് വെക്കുക. ദെൻ അങ്ങനെയുള്ള എക്സാമ്പിൾ ചോർത്തിരിക്കുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ കണക്റ്റ് ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റും. സെൻറ്റൻസ് അപ്പോൾ ഫ്രെയിം ചെയ്യാൻ മറക്കണ്ട. ഓക്കെ, ഡൗട്ട് എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. ഓക്കെ, ഓ ഇപ്പോഴാണ് ഡൗട്ട്. ഇപ്പോഴാണ് ഞാൻ കണ്ടത്. ഡയബോളിക്കൽ സിനോണിം ഡിസ്ഗ്രേസ്ഫുൾ വരുമോന്ന്. റോങ്. ഡിസ്ഗ്രേസ്ഫുൾ ഡിസ്റ്റൻസ് സിനോണിമായിട്ട് വരും. ഡിസ്ഗ്രേസ്ഫുൾ എന്ന് പറഞ്ഞാൽ നാണക്കേട് നമ്മൾ പറയാം ശരിക്കും. യു ആർ എ ഡിസ്ഗ്രേസ് ടു മൈ ഫാമിലി, അല്ലെങ്കിൽ യു ആർ എ ഡിസ്ഗ്രേസ് ടു ദാറ്റ് സൊസൈറ്റി, യു ആർ ഡിസ്ഗ്രേസ് ടു ദിസ് സൊസൈറ്റി. ഈ സൊസൈറ്റിക്ക് നീ ഒരു നാണക്കേടാണ്. ഡിസ്ഗ്രേസ് ഇപ്പോഴും നാണക്കേടാണ്. അപ്പോൾ ഡിസ്ഗ്രേസ്ഫുൾ നാണക്കേട് വരുത്തുന്നതാണ് അർത്ഥം. അപ്പോൾ നമ്മൾ ഡയബോളിക്കലിനെ റോങ് ആയ, ഈവിൾ ആയിട്ടുള്ള, ക്രൂരമായിട്ടുള്ള നിങ്ങൾ, വെരി ബാഡ്, വളരെ മോശമായിപ്പോയി എന്നല്ലേ പറയുള്ളൂ. അപ്പോൾ ഡിസ്ഗ്രേസ്ഫുൾ പറയാമെന്ന് ചോദിച്ചാൽ പറയാം. ദാറ്റ് ഈസ് ഞാൻ പറയണേ. എന്ത് ചെയ്യാം നമുക്ക്? അതിന് നമുക്ക് ഡിസ്റ്റൻസ് സിനോണിമായിട്ട് കൂട്ടിയാൽ മതി. വരാതിരിക്കൊന്നുമില്ല, കാരണം വെരി ബാഡുമായിട്ട് കണക്റ്റഡ് ആണ്. നാണക്കേട് എന്നുള്ള അർത്ഥത്തിലാണ് കേട്ടോ. അതുകൊണ്ട് ഓക്കെ, ഇപ്പോൾ കൾപ്പബിൾ മനസ്സിലായല്ലോ. അടുത്തത് ഡൗട്ട് ഉണ്ട് ചോദിച്ചു. ഓഫ് കോഴ്സ് ഡിതർ ചെയ്യുക, വേർബ് ആണ് ഡിതർ. ഹൈലൈറ്റ് ചെയ്യാം. ഡിതർ ഇസ് എ വേർബ്. സോ എന്താ ഡിതർ ചെയ്യാൻ പറഞ്ഞാൽ? ടു ബി അൺഏബിൾ ടു മേക്ക് എ ഡിസിഷൻ അബൌട്ട് സംതിങ്, അബൌട്ട് ഡൂയിങ് സംതിങ്, അല്ലെങ്കിൽ ടു ബി വെരി നെർവസ്, ടു ബി വെരി എക്സൈറ്റഡ് ഓർ കൺഫ്യൂസ്. ഒന്നെങ്കിൽ നെർവസ് ആയിരിക്കും, അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് എക്സൈറ്റഡ് ആയിരിക്കും, അല്ലെങ്കിൽ കൺഫ്യൂസിങ്. എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. നമ്മൾ പറയും ഇൻഡിസിസീവ് ആയിട്ടുള്ള ഒരു അവസ്ഥ അല്ലെ. ബീങ് ആൻ ഇൻഡിസിസീവ് ആയിട്ടുള്ള, ബീങ് ആൻ അൺഡിസിസീവ് പേഴ്സൺ, അല്ലെങ്കിൽ ബീങ് ഇൻഡിസിസീവ്, വളരെ ഇൻഡിസിസീവ് ആയിട്ട് ഇരിക്കുകയാണ്. അതായത് എനിക്ക് അങ്ങോട്ട് ചെയ്യണോ ഇങ്ങോട്ട് ചെയ്യണമെന്ന് അറിയില്ല. അങ്ങനെയുള്ളവരാണ് റിലക്റ്റൻ്റ് ആയിരിക്കുക. ദേ ആർ അൺറെഡി ഫോർ സംതിങ്. ഹെസിറ്റേറ്റ് ചെയ്യുക. ഹെസിറ്റേഷൻ നേരത്തെ കണ്ടില്ലേ, റിലക്റ്റൻറ്റിനുമായിട്ട് കണക്ട് ചെയ്ത് അതിലെ ഹെസിറ്റേറ്റ് ചെയ്യുക, ഫോൾട്ടർ ചെയ്യുക, പാനിക് ചെയ്യുക, ഫസ് ചെയ്യുക, ആകപ്പാടെ അല്ലേ. ഡിതർ ചെയ്യാന്ന് പറഞ്ഞാൽ ആകപ്പാടെ ഹെസിറ്റേറ്റ് ആണ്. ഇല്ല ഞാനിപ്പോൾ അല്ലേ ഒരു പാട്ട് പാടും, ഹെസിറ്റേറ്റ് ആണ്, കാരണം പേടിയാണ് ചെയ്യുന്നത് കറക്റ്റ് ആവുമോ, അല്ലെങ്കിൽ വല്ലതും പറ്റുമോ, എനിക്ക് വേർഡ്സ് അറിയോ, അങ്ങനെയൊക്കെ പറയില്ലേ. ചില ആൾക്കാർ ഭയങ്കരമായിട്ട് കൺഫ്യൂസ്ഡ് ആയിട്ട് ആകെ പാനിക്ഡ് ആവും. അങ്ങനെയുള്ള ആ ഒരു അവസ്ഥയ്ക്കാണ് ഡിതർ ചെയ്യുക പറയാം. കൺഫ്യൂസ്ഡ് ആൻഡ് എക്സൈറ്റഡ് ഓർ നെർവസ് ആൻഡ് എനിത്തിങ്, എല്ലാം കൂടെ മിക്സ് ചെയ്ത സാധനം, അതിനാണ് നമ്മൾ എന്താ പറയുക ഡിതർ ചെയ്യുക പറയാം. ഡിതർ ചെയ്യുക, വേർബ്. ഹെസിറ്റേറ്റ് ചെയ്യുക, ഫോൾട്ടർ ചെയ്യുക, പാനിക് ചെയ്യുക, ഫസ് ചെയ്യുക, അതൊക്കെ സിനോണിംസ് ആണ്. അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് എന്താ? കാം ആവുക, പീസ് ആവുക, സെൻസ് ചെയ്യുക, ഓർഡർ ചെയ്യുക, ഓർഡറായിട്ട് ചെയ്യുക, അതൊക്കെ എൻ്റെ ആന്റണിമായിട്ട് നമ്മൾ ഉപയോഗിക്കും കേട്ടോ. ഡിതറിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന കുറേ വാക്കുകളാണ് കേട്ടോ. അതൊക്കെ എല്ലാം ഓർഡേർഡ് ആയിട്ടിരിക്കുക, സെൻസ് ആയിട്ടിരിക്കുക, പീസ് ആയിട്ടിരിക്കുക, ഇതൊക്കെ വേർബായിട്ട് ഡൗൺ ആയിട്ട് ഉപയോഗിക്കുന്ന വാക്കുകൾ കേട്ടോ. എക്സാമ്പിൾ നോക്കി. ദ കിഡ്സ് ഫസ്റ്റ് ഡിതേർഡ്. ആദ്യം കുട്ടികൾ ആകെപ്പാടെ പരിഭ്രമിച്ചു. വെൻ ദേ സോ മാസ്ക് ബട്ട് ഗിക്കിൾഡ് ആഫ്റ്റർ ദ മാസ്ക് വാസ് റിമൂവ്ഡ് ബൈ ദ അതർ കിഡ്. ആദ്യം മാസ്ക് കണ്ടപ്പോൾ പിള്ളേർ പേടിച്ചു. കുറച്ച് നേരം കഴിഞ്ഞപ്പോഴേക്കും ചിരിക്കാൻ തുടങ്ങി. ബിക്കോസ് ദ മാസ്ക് വാസ് റിമൂവ്ഡ് ബൈ അനദർ കിഡ്. മറ്റൊരു കൊച്ച് റിമൂവ് ചെയ്തപ്പോൾ ദേ വർ ലാഫിങ് അറ്റ് ഇറ്റ്, ഗിക്കിൾഡ്, പുഞ്ചിരിക്കുന്നു, ചിരിക്കുന്നു, ഊരി വെച്ചിരിക്കുക. അതാണ് ഗിക്കിൾ എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് വാട്ട് എക്സാമ്പിൾ ഇവിടെ പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഓർത്ത് വെച്ചിട്ടും ഡിതർ ചെയ്യുക. ഡിതർ എന്ന് വാക്ക് കുറച്ചുകൂടെ നമ്മൾ എന്താ പറയുക വലിയ പരിചയമായ വാക്കൊന്നും ആയിരിക്കില്ല. ബിക്കോസ് നമ്മൾ അത്ര വലിയ കാര്യമായിട്ട് ഉപയോഗിക്കുന്ന ഒരു വാക്കല്ല ഡിതർ. ബട്ട് ഈ പറയുന്ന റീസെൻ്റ്ലി ഇമ്പോർട്ടൻസ് വന്ന കുറച്ച് വേർഡ്സ് ആണ് ഇപ്പോൾ ഡിതർ എന്നൊക്കെ വാക്ക്. അപ്പോൾ ഒന്ന് ഓർത്ത് വെച്ചോണം. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ട് ഇതുവരെ? സോഫാർ ഓക്കെ ആണോ? സോഫാർ ഓക്കെ ആണോ? അറിഞ്ഞറിഞ്ഞോ? സ്പീഡിലല്ലോ പോകുന്നത്, വലിയ സ്പീഡിലല്ലോ, ഏകദേശം സ്പീഡിൽ കൊണ്ടുപോകും. ബിക്കോസ് അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ വേർഡ്സ് കൂടുതൽ പഠിക്കാമല്ലോ എന്ന് ഓർത്തിട്ടായിരുന്നു. ഡൗട്ടൊന്നുമില്ലല്ലോ അല്ലേ? ഇഫ് യു ഹാവ് എനി ഡൗട്ട്സ് പ്ലീസ് ആസ്ക് മീ കേട്ടോ. ഞാൻ ഇത് പെട്ടെന്ന് കൊണ്ടുപോകുമ്പം അതനുസരിച്ച് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാനുള്ള ടൈം കൂടി ഉണ്ട്. യു ക്യാൻ യൂസ് ദാറ്റ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത ബോർഡിലോട്ട് പോവാം. ഓക്കെ, അപ്പം അങ്ങനെ ടൈം ഒന്നും ഇല്ലെങ്കിൽ, ഡൗട്ട് ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് അടുത്തോട്ട് പോകും. മീൻ വൈൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ട് ചോദിച്ചാൽ മതി കേട്ടോ. എന്തെങ്കിലും മീൻ വൈൽ ഡൗട്ടുകൾ വന്നാൽ ചോദിക്കാം. ഡോണ്ട് ബി
റിലക്റ്റൻറ്റ് അല്ലേ, ഡോണ്ട് ബി ഹെസിറ്റൻറ്റ്, മടി കാണിക്കണ്ട, അതാണ് ഹെസിറ്റേറ്റ് ചെയ്യേണ്ട ഉണ്ടെന്ന് പറയുന്നത്. ഡോണ്ട് ഹെസിറ്റേറ്റ് ടു ആസ്ക് മീ ഡൗട്ട്സ്, ഓക്കെ, ഡോണ്ട് ഡിറ്റർ, ഓക്കെ. മൂവിങ് ഓൺ. അടുത്ത വാക്ക് അബ്സ്റ്റൻഷൻ. വാട്ട് ഇസ് അബ്സ്റ്റൻഷൻ? ഓർക്കുക, TION വാക്കുകൾ വന്നാൽ എപ്പോഴും ഓർക്കുക, ദാറ്റ് ഇസ് എ നൗൺ. അബ്സ്റ്റൻഷൻ, ഇന്റൻഷൻ, പൊട്ടൻഷൻ അല്ല, സ്റ്റേഷൻ, പോപ്പുലേഷൻ എല്ലാം ടെൻറ്റിൻ. വയലേഷൻ അങ്ങനെയല്ല, ഡെഡിക്കേഷൻ എല്ലാം TION വാക്കുകൾ വന്ന് നൗണാന്ന് ഓർത്ത്, എല്ലാം നൗൺ തന്നെയാണ്. അബ്സ്റ്റൻഷൻ എന്ന വാക്കിൻ്റെ അർത്ഥം an instance of declining to vote for or against a proposal or motion, restraint in one's consumption. രണ്ടർത്ഥം ഉണ്ടോന്ന്, ഈ നമ്മൾ ലീഗൽ അല്ല, കുറച്ചുകൂടെ ഫോർമൽ കോണ്ടെക്സ്റ്റിൽ അബ്സ്റ്റൻഷൻ എന്ന് പറഞ്ഞിട്ട് നമ്മൾ അബ്സ്റ്റൻഷൻ ചെയ്യുന്നു, നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും വോട്ട് ചെയ്യില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും അല്ല, അവിടെ ഇല്ല ഇവിടെ ഇല്ല, ആർക്കായാലും ഒരു പ്രൊപ്പോസലിന് എതിരായാലും വോട്ട് ചെയ്യില്ല, ഫോറും വോട്ട് ചെയ്യില്ല. ഒരു പ്രൊപ്പോസൽ നമ്മൾ വെച്ച് വിചാരിച്ചു, അല്ലെങ്കിൽ ഒരാളെ നമ്മൾ സെലക്ട് ചെയ്യാൻ വേണ്ടി മുന്നോട്ട് വെച്ചു, കാൻഡിഡേറ്റിനെ മുന്നോട്ട് വെച്ചു, അയാൾക്ക് എതിരെ വോട്ട് ചെയ്യില്ല, അയാൾക്ക് വോട്ട് ചെയ്യില്ല, അതായത് നമ്മൾ അസാധുവാക്കുന്ന ഒരു അവസ്ഥയിൽ, അതിന് അബ്സ്റ്റൻഷൻ പറയാം. ഒന്ന് ഫോർമലായിട്ട്. അടുത്തൊരു അർത്ഥം റിസ്ട്രെയിൻ ഇൻ വൺസ് കൺസംഷൻ, ഒരാളുടെ കൺസംഷനിൽ റിസ്ട്രെയിൻ കാണിക്കുകയാണ്, അത് നോട് ഒരു ഇത് കാണിക്കുകയില്ല, അത് ഇരിക്കില്ല അങ്ങോട്ടും ഇല്ല, അപ്പോൾ അതൊന്നും നടക്കില്ല, ഒരുമാതിരി സ്റ്റക്കായിട്ടിരിക്കുന്ന ഒരു അവസ്ഥയിലോട്ട് വരുന്നതാണ് അബ്സ്റ്റൻഷൻ. ഫോർമൽ വേർഡാട്ടോ, ഭയങ്കര ഫോർമലായിട്ട് ഉപയോഗിക്കുന്ന വാക്കാണ്. അബ്നെഗേഷൻ, എസ്റ്റുവൽ, അവോയ്ഡൻസ്, റിജക്റ്റ് അല്ല, റിജക്ഷൻ, അതാണ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ അവിടെ നമ്മൾ എന്താ ചെയ്യുന്നത്, റിജക്റ്റ് ചെയ്ത് കളയാണ്, അല്ല ഇഗ്നോർ ചെയ്ത് കളയില്ല, റിജക്റ്റ് ചെയ്ത് കളയാണ്, അങ്ങോട്ട് നോക്കുന്നില്ല, ഇല്ല അങ്ങ് അവോയ്ഡ് ചെയ്ത് കളയുന്നത്. റിജക്ഷൻ, അബ്നെഗേഷൻ, എസ്റ്റുവൽ, അവോയ്ഡൻസ്. അബ്സ്റ്റൻഷൻ ഇസ് എ ഫോർമൽ വേർഡ്. അപ്പം അതിൻ്റെ മീനിങ് ഓർത്ത് കഴിഞ്ഞാൽ റിജക്ഷൻ ആണ്, അല്ലെങ്കിൽ ക്യാൻസലേഷൻ ആണ്, ക്യാൻസൽ ചെയ്ത് കളയാണ്, അതിനെ മൈൻഡ് ചെയ്യുന്നില്ല, അതിനെയാണ് അബ്സ്റ്റൻഷൻ എന്ന് വാക്ക് പറയാം. സോ ആൻറ്റണിം അബ്നിഗേഷൻ, എസ്റ്റുവൽ, അവോയ്ഡൻസ്, റിജക്ഷൻ എന്നൊക്കെയാണ് അബ്സ്റ്റൻഷൻ എന്ന വാക്കിൻ്റെ അർത്ഥം വരുന്നത്. നൗണാണ്, മറക്കണ്ട. അഡ്ജക്റ്റീവ് ആൻറ്റണിം എന്താണ്? ഇൻഡൾജൻസ്, അൺകൺസ്ട്രെയിൻഡ്, ഡിസിഷൻ അല്ല, ഡിസൈഡ് അല്ല, ഡിസിഷൻ, ഓക്കെ, അതാണ് അതിൻ്റെ ആൻറ്റണിംസ് ആയിട്ട് വരിക. ഡിസൈഡ് ചെയ്യുന്നില്ല, അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ലാതെ ഡിസൈഡ് ചെയ്യില്ലാത്തൊരവസ്ഥയ്ക്കാണ് അബ്സ്റ്റൻഷൻ എന്ന് പറയുക. പക്ഷെ നമ്മളൊരു കാര്യം ഡിസൈഡ് ചെയ്ത് ചെയ്യുന്നതിനാണ് നമ്മളെന്താ പറയുക, അബ്സ്റ്റൻഷൻ എന്ന് പറയാം. ദാറ്റ് ഈസ് അബ്സ്റ്റൻഷൻ. ഓക്കെ, ക്ലിയർ ആണ് എന്ന് ഞാൻ വിചാരിക്കുന്നു, കണക്ഷൻ കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അതാണ് അബ്സ്റ്റൻഷൻ. ഓക്കെ, എക്സാമ്പിൾ. He replied with abstention from any heavy diet. He replied with abstention. അങ്ങോട്ടും ഇങ്ങോട്ടില്ല, ഹെവി ഡയറ്റിനെ പറ്റി നല്ലതാണെന്നും പറയുന്നില്ല, ചീത്തയൊന്നും പറയുന്നില്ല. അബ്സ്റ്റൻഷൻ്റെ അർത്ഥം അതാ, റിജക്ഷനോടെയാണ് പറയുന്നത്, അവോയ്ഡൻസ് ആണ്, അങ്ങനെ എന്ന് പറയാം. അതിനെ അവിടെ എതിർത്തും പറയുന്നില്ല, ഇതായിട്ട് പറയില്ല, അതായത് അതിനെ പക്ക റിജക്റ്റ് ചെയ്ത് വിടുന്ന ഒരു അവസ്ഥയാണ്, അതിനാണ് അബ്സ്റ്റൻഷൻ എന്ന് പറയാം. കേട്ടോ, ഹി റിപ്ലൈഡ് വിത്ത് അബ്സ്റ്റൻഷൻ ഫ്രം എനി ഹെവി ഡയറ്റ്. ഓക്കെ, അബ്സ്റ്റൻഷൻ ഫ്രം, കേട്ടോ, നമ്മൾ ഡിറ്റർ ഫ്രം, റിസ്ട്രെയിൻ ഫ്രം, അതിൻ്റെ കൂടെ ഉപയോഗിക്കുന്ന ഇതോ ഒന്ന് ആലോചിച്ച് നോക്കണേ, എപ്പോഴും ഉപയോഗിക്കുന്ന അബ്സ്റ്റൻഷൻ്റെ നൗൺ ഇതാണ്, അബ്സ്റ്റെയിൻ പറയാം, അബ്സ്റ്റെയിൻ, ഇതാണ് നൗണല്ല, വേർബ്, സോറി, അബ്സ്റ്റെയിൻ വേർബ് കേട്ടോ. സിമിലർ മീനിങ്, വേർബിനുമായിട്ട് സിനിമയായിട്ട് വരുന്ന കുറച്ച് വാക്കുകളാണ്. റിസ്ട്രെയിൻ, ഡിറ്റർ, അതിന് അവോയ്ഡ് ചെയ്ത് പോവാം, ഡീവിയേറ്റ്, ഒക്കെയാണ് അതിൻ്റെ അർത്ഥം. ഇതിൻ്റെ കൂടെ നമ്മൾ ഉപയോഗിക്കുന്ന ഫിക്സഡ് പ്രൊപ്പോസിഷനാണ് ഫ്രം. ഈ വാക്കിൻ്റെ കൂടെ, ഇങ്ങനത്തെ ഉള്ള വാക്കിൻ്റെ കൂടെ എപ്പോഴും നമ്മൾ ഫിക്സഡ് ആയിട്ട് ഉപയോഗിക്കുന്ന പ്രൊപ്പോസിഷനാണ് ഫ്രം. അബ്സ്റ്റെയിൻ ഫ്രം സംതിങ്, you should abstain from alcohol, you should abstain from drugs, you should refrain from, refrain from. അവോയ്ഡ് ചെയ്യുക എന്ന് പറയുന്നത്, അവോയ്ഡ് എന്നതിൻ്റെ കൂടെ ഫിക്സഡ് പ്രൊപ്പോസിഷൻ ഇല്ല, പക്ഷേ ബാക്കി എല്ലാത്തിനും ഫിക്സഡ് പ്രൊപ്പോസിഷൻ ഉണ്ട്, ഫ്രം ആണ്. ഓക്കെ, ഓർത്ത് വെച്ചോളൂ, കണക്ട് ചെയ്തോണം. അബ്സ്റ്റൻഷൻ നൗൺ, അബ്സ്റ്റെയിൻ വേർബ്. ഓക്കെ, അബ്സ്റ്റൻഷൻ, അബ്സ്റ്റെയിൻ വ്യത്യാസം. ഓൾ റൈറ്റ്, അടുത്ത് ഡ്യൂറസ്. എന്താണ് ഡ്യൂറസ്? ഡ്യൂറബിളുമായിട്ട് കണക്റ്റഡ് അല്ല ഡ്യൂറസ് കേട്ടോ. ഡ്യൂറബിളും ഒക്കെ നേരത്തെ കണ്ടുകൊണ്ട് ചിലപ്പോൾ ഡ്യൂറസ് എന്ന വാക്ക് കാണുമ്പോൾ ഡ്യൂറബിലിറ്റി ആയിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടെന്ന് വിചാരിക്കല്ല. ഡ്യൂറസ് ഇസ് സംതിങ് വെരി ഡിഫറെൻറ്റ് ഫ്രം ഡ്യൂറബിൾ, ഓർത്ത് വെച്ചോണം. കാരണം ഈ ഡ്യൂറസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പറയില്ലേ, പ്രഷറാണ്, എന്താ പറയുക,
ഒരാളെ നിർബന്ധിച്ചൊരു കാര്യം ചെയ്യുന്നുണ്ട്. ഇറ്റ് ഈസ് ബിക്കോസ് ഓഫ് ഡ്യൂറസ്. ഐ മെയ്ഡ് ദിസ് ഡിസിഷൻ ബിക്കോസ് ഓഫ് ഡ്യൂറസ് എന്ന് പറഞ്ഞാൽ ബിക്കോസ് ഓഫ് പ്രഷർ. ഞാൻ പ്രഷർ കാരണമാണ് ഈ ഒരു ഡിസിഷൻ എടുത്തത് എന്നൊക്കെ ഒരാൾ പറഞ്ഞു. അതിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ ഒരാളെ ആരെങ്കിലും നിർബന്ധിച്ച് പ്രഷർ ചെയ്യിപ്പിച്ച് കൊയേഴ്സ് ചെയ്യിപ്പിച്ചാണെങ്കിൽ അതിനാണ് ഡ്യൂറസ് എന്ന് പറയുക. അതായത് കൊയേഷൻ, പ്രഷർ, ത്രെറ്റ്, അതൊക്കെ നമുക്ക് പറയും സിനിമയായിട്ട് ഉപയോഗിക്കുന്ന വാക്കാണ്. വളരെ കോമൺ ആയിട്ട് നമ്മൾ നമ്മുടെ ഡെയിലി ലൈഫിൽ ഉപയോഗിക്കുന്ന വാക്കിൻ്റെ ഒരു സിനിമയാണ് ഡ്യൂറസ്. ഡ്യൂറസ് എനിക്ക് തോന്നുന്നു നേരത്തെ നമ്മൾ കേട്ടിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. കേട്ടിട്ടില്ലെങ്കിൽ മേ ബി ഇറ്റ് ഈസ് എ ന്യൂ വേർഡ് ഫോർ യു, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു പുതിയ വേർഡായിരിക്കും. പക്ഷേ ഓർത്ത് വെച്ചോളാം, ഡ്യൂറസ് എന്ന് പറയുന്നത് കോമൺ വേർഡാണ് ആക്ച്വലി. കേട്ടിട്ടില്ലെങ്കിൽ സംതിങ് ഇതായിട്ട് നമുക്ക് തോന്നുമായിരിക്കും, പക്ഷേ ഇത് ഭയങ്കര ഉപയോഗിച്ചിട്ടുള്ള വേർഡാണ് എനിക്ക് തോന്നിട്ട് അതിൽ. അപ്പോൾ നമുക്ക് ത്രെറ്റ്സ് ഓർ വയലൻസ് ടു ഫോഴ്സ് ഇൻ ടു ഡൂയിങ് സംതിങ് അഗൈൻസ്റ്റ് ദെം. ഒരാളെ ഒരു വ്യക്തിയെ ഓർ കുറച്ച് പേരെ ത്രെഡ് ഉപയോഗിച്ച് വയലൻസ് ഉപയോഗിച്ച് ഫോഴ്സ് ചെയ്ത് ഒരു കാര്യം ചെയ്യിപ്പിക്കുകയാണ്. ദേ ആർ നോട്ട് വില്ലിങ് ടു ഡു ദാറ്റ്. അവരത്ര വില്ലിങ് അല്ല, കാര്യം ചെയ്യാൻ വില്ലിങ് അല്ലാതിരിക്കുമ്പോഴും അവരെ നിർബന്ധിച്ചൊരു കാര്യത്തിൽ നമ്മൾ ഏർപ്പെടുത്തുന്നതിനാണ് ഡ്യൂറസ് എന്ന് പറയുക. ഓക്കെ, ഡ്യൂറസ്. അപ്പോൾ സിനോണിം എന്താ? പ്രഷർ, കൺസ്ട്രെയിൻറ്റ്, കമ്പൽഷൻ, ഇൻറ്റിമിഡേഷൻ. അല്ലേ? കത്തി എടുത്തിട്ട് ചീടാന്ന് പറഞ്ഞ് കഴുത്ത് നേരെ കത്തി എടുത്തിട്ട് പറയാണ്, അല്ലെങ്കിൽ തലയ്ക്ക് നേരെ തോക്ക് ചൂണ്ടിട്ട് ഒരാൾ നിർബന്ധിച്ച് ഒരു കാര്യം ചെയ്യാൻ പറയുമ്പോൾ നമ്മൾ അറിയാതെ ചെയ്തു പോകുന്നു പറയില്ല. അതാണ് ഇൻറ്റിമിഡേഷൻ. ഡോണ്ട് യൂസ് ഫോഴ്സ് ഓർ ഇൻറ്റിമിഡേഷൻ എന്ന് പറയും. സോ അതാണ് ഇൻറ്റിമിഡേഷൻ, കൊയേർഷൻ, കമ്പൾഷൻ, കൺസ്ട്രെയിൻറ്റ്, പ്രഷർ എന്നൊക്കെയാണ് ഡ്യൂറസിൻ്റെ സിനോണിമായിട്ട് ഉപയോഗിക്കുക. ആനോണിമസ് ആയിട്ട് നമുക്ക് പറയാം ഫ്രീഡം. ഡ്യൂറസിൻ്റെ ഓപ്പോസിറ്റ് ആണ് ഫ്രീഡം, അല്ലെങ്കിൽ ലിബറേഷൻ, ഇൻഡിപെൻഡൻസ് എന്നൊക്കെ പറയാം. ഓക്കെ, പെർസുവേഷൻ സിനോണിമാണ്. പെർസുവേഷൻ ഇവിടെ മാറിപ്പോയതാട്ടെ, ഞാനിവിടെ കണ്ടപ്പോഴാണ് ഈശ്വര എന്താ ഞാൻ ചെയ്തത്. ഈ പെർസുവേഷൻ എന്ന് പറയുന്ന സാധനമേ അതിൻ്റെ ഇതാ സിനോണിമാണ്. പെർസുവേഷൻ നിർബന്ധിക്കുക, പെർസുവേഡ് ചെയ്യുക, ഒരാളെ നമ്മൾ കൊയേഴ്സ് ചെയ്യുക, പ്രഷർ ചെയ്യുന്നതിനാണ് പെർസുവേഷൻ പറയുക. അപ്പോൾ ലിബറേഷൻ, ഇൻഡിപെൻഡൻസ്, അതുപോലെ തന്നെ ഫ്രീഡം എന്നുള്ളതിൻ്റെ ആൻറ്റണിമായിട്ട് ഉപയോഗിക്കുക. ഓക്കെ, എക്സാമ്പിൾ നോക്കിയേ. ദ മാനേജർ കോപ്പറേറ്റ്സ് ഹിസ് എംപ്ലോയീസ് not with duress but with collaboration. അല്ലേ? നിർബന്ധിച്ച് ഒരാളെ കൊണ്ട് ഒരു കാര്യം ചെയ്യിപ്പിക്കുന്നത് ഇസ് ഡിഫറെൻറ്റ് ഫ്രം കൊളാബറേറ്റിംഗ് വിത്ത് എ പേഴ്സൺ. ഒരാളുടെ കൂടെ കൊളാബറേറ്റ് ചെയ്ത് ചെയ്യുന്നത് ഇതും ഒരാളെ നിർബന്ധിച്ച് ചെയ്യടാന്ന് പറഞ്ഞാൽ ചെയ്യുന്നതും അല്ലെ, നിർബന്ധിച്ച് ചെയ്യുന്നത് വ്യത്യാസമുണ്ടല്ലേ. നമ്മൾ പറയില്ല, നമ്മുടെ പെർഫോമൻസ് ഓഫ് ആൻ എംപ്ലോയി ഡിപ്പെൻഡ്സ് ഓൺ ദ മാനേജ്മെൻറ്റ് എന്നൊക്കെ പറയും അല്ലേ, ഓർ ദ വർക്ക് എൻവയൺമെൻറ്റ്, അല്ലെങ്കിൽ ആംബിയൻസ് ഓഫ് ദ വർക്ക് ദ ഓഫീസ് എന്നൊക്കെ പറയും. ഒരു ഓഫീസിൻ്റെ ആംബിയൻസ് അനുസരിച്ചിരിക്കും. നിർബന്ധിച്ച് ഒരു എംപ്ലോയീനെ വർക്ക് ചെയ്യിപ്പിക്കുമ്പോഴുള്ള പെർഫോമൻസ് ഇസ് ഡിഫറെൻറ്റ് ഫ്രം ദാറ്റ് ഓഫ് നമ്മുടെ ആംബിയൻസ് ദാറ്റ് വി ഗെറ്റ് ഫ്രം ഒരു ഹാപ്പി എൻവയൺമെൻ്റ് ഒക്കെ ആണെങ്കിൽ വിൽ വർക്ക് വെരി ഗുഡ്, അല്ലെങ്കിൽ ഇൻ എ ബെറ്റർ വേ എന്നൊക്കെ പറയും. സോ അതാണ് ഡിഫറൻസ്. ഓക്കെ, അടുത്തോട്ട് പോകാം. അപ്പോൾ ഡ്യൂറസ് കഴിഞ്ഞു. അപ്പോൾ ഇത് ഭയങ്കര സിമിലർ ആയെന്ന് വിചാരിക്കും, സിമ്പിളായിട്ട് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്ത വാക്ക് ഡിഫിക്കൾട്ട്. ഡിഫിക്കൾട്ട് അല്ല, ഡിഫിഡൻറ്റ്. ഡിഫിക്കൾട്ട് അല്ല, ഡിഫിഡൻറ്റ്. വാട്ട് ഈസ് ഡിഫിഡൻറ്റ്? ഡിഫിഡൻറ്റ് എന്ന് പറഞ്ഞാൽ ഒരാൾ ഡിഫിഡൻ്റ് ആണ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? ഒരാൾ ഡിഫിഡൻ്റ് ആണെന്ന് പറഞ്ഞാൽ വളരെ ഒരു പേടിച്ച് കോൺഫിഡൻസ് ഇല്ലായിട്ട് നിൽക്കുന്നതാണ് ഡിഫിഡൻറ്റ്. കോൺഫിഡൻറ്റിൻ്റെ ഓപ്പോസിറ്റാണ് ഡിഫിഡൻറ്റ്. കോൺഫിഡൻറ്റിൻ്റെ ഓപ്പോസിറ്റ് ഡിഫിഡൻറ്റ്. ഡിഫിഡൻസ് നൗൺ, കോൺഫിഡൻസ് നൗണ്, ഡിഫിഡൻറ്റ് അഡ്ജക്റ്റീവ്. ഞാൻ അതിനെ ഹൈലൈറ്റ് ചെയ്താണ് ഡ്യൂറസിനെ. ഇതിനൊന്നും ഞാൻ ഹൈലൈറ്റ് ചെയ്തിട്ട് പോയില്ല. നമുക്ക് ഹൈലൈറ്റ് ചെയ്യട്ടോ. ഞാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അത് പിന്നെ നിങ്ങൾ മറക്കും, അതുകൊണ്ടാണ്. ഡ്യൂറസ് നൗണ്, അബ്സ്റ്റൻഷൻ നൗൺ, അബ്സ്റ്റൈൻ നമ്മൾ പറഞ്ഞു. ഡിഫിഡൻസ് അഡ്ജക്റ്റീവ്, ഡിഫിഡൻറ്റ് നൗണ്, ഡിഫിഡൻസ് നൗണ്. കോൺഫിഡൻസിലെ അതിൻ്റെ ഡിഫിഡൻസ് നൗൺ കേട്ടോ, ഡിഫിഡൻസ് നൗൺ. ഓക്കെ, അപ്പോൾ ഡിഫിഡൻസ് നമുക്ക് കഥയിലോട്ട് വരാം, അല്ല കാര്യത്തിലോട്ട് വരാം. So diffidence is noun, diffident is adjective. Modest or shy because of lack of self-confidence. Self-confidence ഇല്ല, നമ്മൾ ആകപ്പാടെ മോഡസ്റ്റ് ആയിട്ട് ഭവ്യതയോട് മാറി നിൽക്കുന്നു, ഒഴിഞ്ഞു മാറുന്ന, ടിമിഡ് ആയിട്ട് ഷൈ ആയിട്ട് മാറി നിൽക്കുന്നതിനാണ് ഡിഫിഡൻറ്റ് ആവുക എന്ന് പറയുക. ഷൈ, ടിമിഡ്, ബാഷ്ഫുൾ, ഷീപ്പിഷ്, ഇൻട്രോവേർട്ടഡ് ഒക്കെ നമുക്ക് എന്തിൽ കൊടുക്കാം? എക്സാമ്പിൾസ് ആയിട്ട് കൊടുക്കാം. ലൈക്ക് ടിമിഡായിട്ട് നിൽക്കുക അല്ലേ, ടിമിഡായിട്ട് മാറി പേടിച്ച് ഷൈ ആയിട്ട് നിൽക്കുന്നതിനൊക്കെ നമുക്ക് ഡിഫിഡൻ്റ് ആണ് എന്നതിൻ്റെ സിനോണിം ആയിട്ട് കൊടുക്കാം. ഡിഫിഡൻറ്റ് കേട്ടോ, ടിമിഡ്, ഷൈ എക്സാമ്പിൾ ആയിട്ട് കൊടുക്കാം. ഡിഫിഡൻറ്റിൻ്റെ ആൻറ്റണിമായിട്ട്, സിനോണിമായിട്ട്. ആൻറ്റണിം അപ്പോൾ എന്താ? കോൺഫിഡൻറ്റ്, എക്സ്ട്രോവേർട്ടഡ്. എക്സ്ട്രോവേർട്ടഡ് ആളെന്ന് പറഞ്ഞാൽ വളരെ എന്താ പറയുക,
ഔട്ട്സ്പോക്കൺ ആണ് അല്ലേ. ഔട്ട്സ്പോക്കൺ, ഇമ്മോഡ്സ്, ബോൾഡ് അല്ലേ, വളരെ ബോൾഡായിട്ട് ഔട്ട്സ്പോക്കൺ ആയിട്ട് നിൽക്കുന്ന ആൾക്കാരാണെങ്കിൽ അല്ലേ അങ്ങനെ നിൽക്കുന്ന ആൾക്കാരാണെങ്കിൽ നമുക്ക് പറയാം ദേ ആർ കോൺഫിഡൻ്റ് ആണ്. ദേ ആർ കോൺഫിഡൻറ്റ്, എക്സ്ട്രോവേർട്ടഡ്, ഇമ്മോഡസ്, ബോൾഡ്, ഔട്ട്സ്പോക്കൺ ഒക്കെ പറയാം ആൻറ്റണിമായിട്ട്. എക്സാമ്പിൾ നോക്കിയേ. ആഫ്റ്റർ ട്രെയിനിങ് ഫോർ 5 days, ഒരു ട്രെയിനിങ് നടത്തി ആഫ്റ്റർ 5 days, അതിനുശേഷം സ്റ്റുഡൻസ് attempted the test without diffident answer but with clarity. Without diffident answer but with clarity. ഇനി അതൊന്നും ഇല്ലെങ്കിൽ നമുക്ക് ഒറ്റയടിക്ക് ഡിഫിഡൻസ് എന്ന നൗൺ ഇൻക്ലൂഡ് ചെയ്യണം. എങ്ങനെ സെൻറ്റൻസ് കൊടുക്കായിരുന്നു? ആഫ്റ്റർ ട്രെയിനിങ് ഫോർ 5 days സ്റ്റുഡൻസ് അറ്റംപ്റ്റഡ് ദ ടെസ്റ്റ് വിത്തൗട്ട് ഡിഫിഡൻസ്. അത്ര നിർത്തി ഫുൾ സ്റ്റോപ്പ് കഴിഞ്ഞു. നൗൺ ആകുമ്പോൾ പിന്നെ പ്രൊപ്പോസിഷൻ, വിത്തൗട്ട് എന്ന പ്രൊപ്പോസിഷന് ശേഷം ഒരു നൗൺ അങ്ങ് ഇട്ട് കൊടുത്താൽ മതി, ഒബ്ജക്റ്റ് അങ്ങ് ഇട്ട് കൊടുത്താൽ നൗൺ ഇട്ട് കൊടുക്കും, വിത്തൗട്ട് ഡിഫിഡൻസ് മതി. പക്ഷെ ഇവിടെ നമ്മൾ ഡിഫിഡൻറ്റ് എന്ന അഡ്ജക്റ്റ് ഉപയോഗിക്കണമായതുകൊണ്ടാണ് ഡിഫിഡൻറ്റ് ആൻസർ ബട്ട് വിത്ത് ക്ലാരിറ്റി എന്ന് കൊടുത്തേക്കുന്നത് കേട്ടോ. അപ്പോൾ ഡിഫിഡൻറ്റ് എന്ന് പറയുമ്പോൾ ഒരു പേടിച്ചിട്ടുള്ള, ഒരു നെർവസ് ആയിട്ടുള്ള, ഷൈ ആയിട്ടുള്ള എന്നൊക്കെ അർത്ഥം വരുന്ന അഡ്ജക്റ്റീവ് ആണെന്ന് മാത്രം. ഓക്കെ, ഡിഫിഡൻസ് ആകുമ്പോൾ അത് നൗൺ, ദാറ്റ്സ് ഇറ്റ്. ഇത്രയുള്ള വ്യത്യാസം. അപ്പോൾ അതിലും ക്ലാരിറ്റി ഉണ്ടല്ലോ. ഡിഫിഡൻറ്റ് എല്ലാം ഹൈലൈറ്റ് ചെയ്തു എഴുതിയിട്ടുണ്ട്, ക്ലിയർ. ഇനി അടുത്ത് എബിലൻറ്റ് ഓർ ഇബിലിയൻറ്റ്. പ്രൊനൗൺസിയേഷൻ കുറച്ചുകൂടി ക്ലിയർ ആക്കണം. ഇബിലിയൻറ്റ് പറയാം, എബിലിയൻറ്റിനെക്കാളും ഇബിലിയൻറ്റ് പറയാം. Ebullient is an adjective and cheerful and full of energy. Full of energy ആയിട്ട് cheerful, energetic അങ്ങനെ അർത്ഥത്തിനാണ് നമ്മൾ എന്താ പറയുക ebullient എന്ന് പറയുക. ebullient ആണെന്ന് പറഞ്ഞാൽ jubilant ആണ് എന്നൊക്കെ പറയാം. വളരെ സന്തോഷത്തോടെ jubilant ആയിട്ടുള്ള ഒരു അവസ്ഥയാണ്. exuberant, buoyant, cheerful. കണ്ടോ, വളരെ cheerful ആണ്, energetic ആണ്, അതിനൊക്കെയാണ് അല്ലേ. ആൾക്കാർ വളരെ ജിൽജിലാണ്. ദാറ്റ് ഈസ് വാട്ട് ebullient is. ebullient is വളരെ ജിൽജിലായിട്ട്, cheerful ആയിട്ട്, അല്ലെങ്കിൽ എനർജറ്റിക് ആയിട്ട്, enthusiastic ആയിട്ട് ഒരാൾ നിൽക്കുന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം enthusiastic. ഇതൊക്കെ ഇതിൻ്റെ സിനിമയാണ്. cheerful, full of energy, energetic. കുറച്ചുകൂടി cheerful and energetic കൊടുക്കാം അല്ലേ. അതിനെയാണ് ebullient പറയാം. ഓക്കെ, അപ്പം exuberant, buoyant, cheerful, enthusiastic, energetic ഒക്കെ ebullient-ന്റെ synonyms ആണ്. അപ്പോൾ ഓപ്പോസിറ്റ് എന്തായിരിക്കും? മടി അല്ലേ, sluggish, indolent, lazy അല്ലെ. മടി പിടിച്ച് വെറുതെ ആയിട്ടിരിക്കുന്ന അവസ്ഥയ്ക്ക് ലേസി ആണ്. ഹിസ് ഇൻഡോളന്റ്. ഇൻഡോളന്റ് ഒരു തവണ വന്നിട്ടുണ്ട് എക്സാമിന് കേട്ടോ, ചോദ്യം വന്നിട്ടുള്ള. ഇൻഡോളന്റ്, ലേസി, സ്ലഗിഷ് ഒക്കെ മടി പിടിച്ച് ഇങ്ങനെ വെറുതെ ഇരിക്കുന്ന അവസ്ഥ. അതിൻ്റെ ഓപ്പോസിറ്റ്, നേരെ ഓപ്പോസിറ്റ് എബിലൻറ്റ്, എക്സ്യൂബറൻറ്റ്, എബിലൻറ്റ്, ബോയൻ്റ് ഒക്കെ ഓർക്കും. എക്സാമ്പിൾ നോക്കിയേ. സ്പ്രൗട്ട്സ് ആൻഡ് ഫ്രൂട്ട് ജ്യൂസ് ഇൻ ദ മോർണിംഗ് മേക്സ് യു എബിലൻറ്റ് ആൻഡ് എനർജറ്റിക്. നമ്മുടെ ലൈഫിൽ നമ്മൾ ഡയറ്റ് പ്ലാൻ ഒക്കെ ഫോളോ ചെയ്യുന്ന ആൾക്കാരാണ്, അവർക്ക് അറിയാമായിരിക്കും അല്ലേ. നമ്മൾ രാവിലെ എന്താ പറയുക, ഉണർന്നിരിക്കാൻ അല്ലെങ്കിൽ നല്ല ജിൽജിലായിട്ട് എനർജറ്റിക് ആയിട്ട് എപ്പോഴും നമ്മളെ കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ ഈ പറയുന്ന ആൾക്കാരെ ഉപയോഗിക്കാറുണ്ട്. ജ്യൂസ്, ഫ്രൂട്ട് ജ്യൂസ്, ഫ്രഷ് ഫ്രൂട്ട് ജ്യൂസ്, സ്പ്രൗട്ട്സും ഫ്രഷ് ഫ്രൂട്ട് ജ്യൂസൊക്കെ ഉപയോഗിച്ചാൽ ബോഡി ഭയങ്കര എപ്പോഴും നല്ല എനർജറ്റിക് ആയിട്ടിരിക്കും എന്നൊക്കെ പറഞ്ഞേക്കാം. മോർണിംഗിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട്. ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് നമ്മൾ സ്പ്രൗട്ട്സും അതുപോലെ ഫ്രൂട്ട് ജ്യൂസൊക്കെ ഉപയോഗിച്ചാൽ, ഫ്രഷ് ഫ്രൂട്ട് ജ്യൂസ് കിട്ടും. ബട്ട് മധുരം ഇൻക്ലൂഡ് ചെയ്ത് കേട്ടോ, മധുരം ഇൻക്ലൂഡ് ചെയ്താൽ അതിൻ്റെ ക്വാളിറ്റി എല്ലാം പോയി. അപ്പോൾ ഫ്രൂട്ട് ജ്യൂസ് ഇടുമ്പോൾ പക്ക അതിൻ്റെ ഫ്രൂട്ട് ജ്യൂസ് മാത്രം കുടിക്കണം എന്നൊക്കെ പറയും. സ്മൂത്തീസൊക്കെ ആൾക്കാർ കഴിക്കുന്ന കണ്ടിട്ടില്ലേ, ആ സാധനം. അപ്പം അങ്ങനത്തെ ഈ വർക്കൗട്ടൊക്കെ ചെയ്യുമ്പോൾ ആൾക്കാർ ഡയറ്റ് പ്ലാനിലൊക്കെ ഇൻക്ലൂഡ് ചെയ്യുന്ന കണ്ടിട്ടല്ലേ. പക്ഷെ അതിനനുസരിച്ച് വേറെ ടൈമിൽ വേറെ ഫുഡ് കഴിക്കണം കേട്ടോ. ഇത് കഴിക്കുമ്പോൾ ഇത് മാത്രമായി കഴിക്കരുത്. ഫ്രൂട്ടായിട്ട് മാത്രം ഫോളോ ചെയ്താലും ബോഡിക്ക് കേടാന്ന് പറയുന്നേക്കാം. ഡയറ്റീഷ്യനൊക്കെ കണ്ടിട്ടേ പ്രോപ്പറായിട്ട് ചെയ്യണം. ഓരോരുത്തർ ബോഡി ഈസ് ഡിഫറെൻ്റ്, അതുകൊണ്ട്. അപ്പം അങ്ങനെയാണ് കഥ. അപ്പോൾ എനിവേസ് കഥയിലോട്ട് മാറ്റണ്ട. എബിലിയൻ്റ് എന്ന വാക്കിനർത്ഥം cheerful ആൻഡ് ഫുൾ ഓഫ് എനർജി എന്നാണ്. അത് മറക്കണ്ട കേട്ടോ. ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ ക്ലിയർ ആയല്ലോ. അപ്പോൾ ഇത്ര ഈ വാക്കുകൾ മതി നമുക്കിന്ന്. ഇത് കുറച്ചധികം നമ്മൾ എന്തായാലും പഠിച്ചിട്ടുണ്ട് അല്ലെ, കുറച്ചധികം വേർഡ്സ് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് എന്തായാലും ബ്രെയിൻ ഇതാക്കണ്ട, നമുക്ക് നെക്സ്റ്റ് ഡേ അടുത്ത് ചെയ്യാം. നെക്സ്റ്റ് ഇതിൻ്റെ കുറച്ച് സിനോണിംസും ആൻറ്റണിംസും ഒക്കെ കണക്ട് ചെയ്തിട്ട് പോകും. സിനോണിംസ് ആൻഡ് ആൻറ്റണിംസ് വരുന്ന ദിവസം നമുക്ക് മിക്സ് ആയിട്ട് തന്നെ പഠിക്കാം ഇങ്ങനെ. അപ്പോൾ മിക്സ് ആയിട്ട് പഠിക്കുമ്പോൾ വിൽ ഗെറ്റ് ബൂത്ത്, രണ്ടും കൂടെ പഠിക്കാൻ പറ്റും. 2 ക്ലാസ്സിലായിട്ട് രണ്ടും കൂടെ മിക്സ് ചെയ്ത് പഠിക്കാം. അപ്പോൾ യു വിൽ ഗെറ്റ് സം ഐഡിയാസ്. ഓക്കെ, താങ്ക് യു. സീ യു ഇൻ നെക്സ്റ്റ് ക്ലാസ്. അടുത്ത ക്ലാസ്സിൽ കാണാം.